ഹലോ, ഗുഡ് ഈവനിംഗ്. ലൈഫ് മിഷനിൽ CBI അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ വേണമെന്ന് സർക്കാർ. അത് പറ്റില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി. എൻകൗണ്ടർ ആരംഭിക്കുന്നു. സ്വാഗതം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ ചോദ്യം മുന്നോട്ട് വരുമ്പോൾ ആരുടെയൊക്കെയാണ് നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പൊ ജനങ്ങളോട് മറുപടി പറയണം. ആരുടെയാണ് ഇപ്പൊ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത്? ഒരു പ്രമുഖനായ ഇടതുമുന്നണി MLA-യുടെ ഒരു ബന്ധുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ നെഞ്ചിടിപ്പും മുട്ടടിക്കുന്നതും ഒക്കെ ഇടതുമുന്നണിയുടെയും അവരുടെ സഹയാത്രികരുടേതുമാണ് എന്ന് സംശയാതീതമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇത് വന്നപ്പോൾ ചിലർക്ക് ആശ്വാസമായിട്ടുണ്ടാവും. ഒരു 150ഓളം കുടുംബങ്ങൾക്ക് നൽകേണ്ട വീടാണല്ലോ ഇല്ലാതാകുന്നത്. അതിൽ ആശ്വാസം കൊള്ളുന്ന ചിലർ കാണും. പക്ഷെ അത് അത്യധികം ഉത്കണ്ഠയുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിർമ്മാണം നടക്കേണ്ടതും പൂർത്തീകരിക്കേണ്ടതും സമയബന്ധിതമായി അത് അർഹതപ്പെട്ടവർക്ക് വീതിച്ച് കൊടുത്തു തീർക്കേണ്ടതുമാണ്. നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് നിയമോപദേശം ലഭിച്ചിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി കോടതിയിൽ നിയമപരമായി നേരിടുന്നത് തെറ്റാണെന്ന് പറയാനാവില്ല. അത് ഭരണഘടനാപരമായ പരിരക്ഷകൾ വിനിയോഗിക്കലാണ്. ലൈഫ് മിഷനിൽ CBI അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. യൂണിടാക്കിന് വിദേശ സഹായം കിട്ടിയത് ലൈഫ് മിഷൻ റെഡ് ക്രസന്റുമായി ഒപ്പിട്ട ധാരണാപത്രം മൂലമല്ലേ എന്നും കോടതിയുടെ നിരീക്ഷണം. മടിയിൽ കനമില്ലാത്ത സർക്കാർ വഴിയിൽ CBIയെ ഭയക്കുന്നത് എന്തിനാണ്? CBI അന്വേഷണത്തെ എതിർത്ത് കോടതിയിൽ പോയത് അന്വേഷണത്തിന് നിയമസാധുതയില്ലാത്തത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി. എങ്കിൽ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിൽ ലൈഫ് മിഷനിൽ FIR ഇട്ടു? ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണം CBI നടത്തിയാൽ കനമില്ലാത്ത മടിക്കുത്ത് കൂട്ടിപ്പിടിക്കുന്നത് എന്തിനാണ്? സ്വർണ്ണക്കടത്തിന്റെ ജാഥ ക്യാപ്റ്റനായി വിവാദ മിനി കൂപ്പർ ഉടമ കൊടുവള്ളി ഇടതു കൗൺസിലർ കാരാട്ട് ഫൈസൽ കസ്റ്റംസിന്റെ കയ്യിലാണ്. അതോടെ സ്വർണ്ണക്കടത്തിൽ ഇടതുപക്ഷത്തെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരമായി. എൻകൗണ്ടർ പരിശോധിക്കുന്നു. ലൈഫ് മിഷനിൽ CBI അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യം തള്ളിയത് സർക്കാരിന് തിരിച്ചടിയോ? വാദങ്ങളുടെ കോട്ടകൾ തകരുന്നു. ഇന്നത്തെ അതിഥികൾ കോൺഗ്രസിന് വേണ്ടി MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KS ശബരിനാഥൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ്, BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് BV രാജേഷ് എന്നിവർ. ആദ്യം MB രാജേഷിലേക്ക്. MB രാജേഷ്, ഇന്ന് ഹൈക്കോടതി സർക്കാരിന്റെ ആവശ്യം നിരാകരിച്ചു. CBI അന്വേഷണത്തിൽ ലൈഫ് മിഷന്റെ കേസിൽ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. ഇത് സർക്കാരിന്റെ നിലപാടിനുള്ള തിരിച്ചടിയാണോ? ഞാൻ അതിനുള്ള മറുപടി പറയാം. അതിനു മുമ്പൊരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ. ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വളരെ വിപുലമായിട്ടുള്ള ക്ഷേമ പരിപാടികളും പദ്ധതികളും പ്രഖ്യാപിച്ചൊരു ദിവസമാണ്. 100 ദിവസം കൊണ്ട് 50,000 പേർക്ക് ജോലി കൊടുക്കുന്നതിനുള്ള PSC മുഖേനയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വഴി 50,000 പേർക്ക് ജോലി കൊടുക്കാനുള്ള വിശദമായ രൂപരേഖ ഈ നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചൊരു ദിവസമാണ്. അന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ സർക്കാരിന് എതിരായ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നിഷേധാത്മകമായിട്ടുള്ള പെരുമ്പറയടിച്ചുകൊണ്ടുള്ള പ്രചരണം പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സർക്കാർ അചഞ്ചലമായി ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞങ്ങൾക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും എന്ന്. മഹാഭാരതത്തിൽ രാജസൂയ യാഗത്തിലെ ഈ പാണ്ഡവരുടെ ഐശ്വര്യം കണ്ട് സഹിക്കവയ്യാതെ ദുര്യോധനൻ നടത്തുന്ന ജൽപ്പനങ്ങളുണ്ട്. അതിനെങ്ങനെ മറുപടി പറയണമെന്ന്
കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഉപദേശിക്കുന്നുണ്ട്. ആ ജൽപ്പനങ്ങളെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഒരു മികച്ച ഭരണാധികാരി നേരിടേണ്ടത് എന്ന് യുധിഷ്ഠിരന് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമുണ്ട്. അതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർ ഈ അടിസ്ഥാനരഹിതമായ അസംബന്ധ ജടിലമായ അധിക്ഷേപ വർഷം ഇങ്ങനെ മാസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അതിനെയൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും കുലുങ്ങാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ എം പി രാജേഷ്, അങ്ങ് ഇടപെട്ടതുകൊണ്ട് മാത്രം എനിക്കൊരു ചെറിയ ഇടപെടൽ, ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തില്ല. ഇതേ കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി നടന്നപ്പോഴും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് സരിതാ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയും അന്തർദേശീയ മാധ്യമങ്ങളും അന്ന് ശ്രദ്ധ പിടിച്ചുപറ്റിയ ജനസമ്പർക്ക പരിപാടികൾക്കിടയിലുമായിരുന്നു. അന്നത് പ്രചരണമായിരുന്നില്ല, പെരുമ്പറയടിച്ചുള്ള ഒരു പ്രൊപ്പഗാൻഡയുമായിരുന്നില്ല, അല്ലേ എം പി രാജേഷ്? അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ അന്നും അതും ഇതും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമം ഇതുവരെ എവിടെ എത്തി എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന കള്ളക്കഥകളെല്ലാം എങ്ങനെയാണ് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടി വരും. അതിനുള്ള സമയം തന്നാൽ ഞാൻ പറയാം. ഹൈക്കോടതി മാധ്യമങ്ങളെ ഉപദേശിച്ച കാര്യമുണ്ടല്ലോ, കിംവദന്തികൾ പ്രചരിപ്പിക്കരുത്, വസ്തുതാപരമായ വാർത്തകളായിരിക്കണം കൊടുക്കേണ്ടത്, ആരുടെയെങ്കിലും പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കരുത്, തെറ്റായ വാർത്ത പിന്നീട് തിരുത്തിയാൽ ആളുകൾ എല്ലാവരും കാണണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് മിഷൻ, ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട്, ആ ക്രമക്കേടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ നിയോഗിച്ച് വിജിലൻസ് കണ്ടെത്തുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI കേസ് അന്വേഷണത്തിന്റെ ഘട്ടം എത്തുമ്പോൾ ആ CBI അന്വേഷണത്തെ ഒരു ഇന്റരിം സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇന്റരിം സ്റ്റേ അനുവദിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് അത് വാർത്തയാക്കാതിരിക്കാനും ചർച്ചയാക്കാതിരിക്കാനും കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, വാർത്തയാകുന്നതിലൊന്നും ഞാൻ തർക്കം പറഞ്ഞില്ല. ഒരേ വിഷയം മാസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അനൗചിത്യത്തെക്കുറിച്ച് എന്റെ വിമർശനമാണ്. അതിന് എന്തിനാണ് അരുൺ അസഹിഷ്ണുത കാണിക്കുന്നത്? എനിക്ക് നിങ്ങളെ ഞങ്ങൾ വിഷയമെടുത്തതിൽ തെറ്റുപറ്റിയോ എന്നുള്ള ഒരു ആത്മവിമർശനം കൂടിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഇപ്പോൾ ബോധ്യമായി. കാരണം ഈ വിഷയം ഗൗരവമേറിയ വിഷയമാണ്. കേന്ദ്ര ഏജൻസി CBIയുടെ ഈ വിഷയത്തിലുള്ള അന്വേഷണം ഫെഡറൽ റിലേഷൻഷിപ്പിലുള്ള ഒരു ഇടപെടൽ കൂടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു നിലപാടുണ്ടായിരുന്നില്ല എന്നതും അങ്ങ് ആലോചിക്കണം. അങ്ങേക്ക് മറുപടി പറയാം. സർക്കാരിന് തിരിച്ചടിയാണോ ഇന്റരിം സ്റ്റേ വേണ്ടെന്ന ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം? ഞാൻ ഇനി അതിലേക്ക് വരാം. ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ഒരു വിമർശനം എനിക്ക് ഉന്നയിക്കാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. നിങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും നടപടികളെ വിമർശിക്കാൻ എനിക്കും അവകാശമുണ്ടല്ലോ. ആ അവകാശത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യാതിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയാനാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഒപ്പം ഞാൻ നിങ്ങൾക്കെതിരായ ഒരു വിമർശനവും മുന്നോട്ട് വെക്കുന്നു. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദ്യത്തിലേക്ക് ഇനി വരാം. ഒന്ന്, ഇന്ന് സർക്കാരിന് എന്തോ തിരിച്ചടി ഉണ്ടായി എന്നത് കോടതി നടപടികളെ കുറിച്ച് സാമാന്യമായ ധാരണയുള്ള സാമാന്യ നിയമപരിജ്ഞാനമുള്ള ആരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്നലെ കോടതിയുടെ മുമ്പിൽ എത്തിയൊരു കാര്യം ഇന്ന് കോടതി പരിശോധിച്ചു. കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതി ആ പെറ്റീഷൻ വായിച്ചു നോക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെയാണല്ലോ കോടതിയുടെ മുമ്പിൽ അത് വന്നിട്ടുള്ളത്. അതല്ലാതെ കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നോ? അതിന്റെ മെറിറ്റിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് കോടതിയിൽ നടന്നോ? അപ്പൊ ആകെ കോടതി അത് പരിഗണിച്ച് മറ്റൊരു ദിവസത്തേക്ക് വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോടതി മെറിറ്റിലേക്ക് കടക്കാത്തൊരു വിഷയം, എല്ലാവരുടെയും വാദം കേൾക്കാത്ത ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാരിന് തിരിച്ചടി എന്ന് പറയുന്നത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ വിമർശനം. അതാണ് തെറ്റായി വസ്തുതാവിരുദ്ധമായി ദുർവ്യാഖ്യാനം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക എന്നത്. കോടതിയിൽ ഇന്ന് അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല, വാദം കേൾക്കൽ ഉണ്ടായിട്ടില്ല. ശരി, മുഖ്യമന്ത്രി അത് ആവർത്തിച്ചു. തിരിച്ചടി എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ CBI അന്വേഷണത്തിൽ ഇടക്കാല സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ തന്നെ ഈ അന്വേഷണത്തിന് ഒരു ഇടക്കാല സ്റ്റേ അനുവദിക്കണമെന്നാണ്. അത് CBI അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരാവശ്യം ഹൈക്കോടതി നിരാകരിച്ചു എന്ന് തന്നെയല്ലേ? കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് വസ്തുത. അതല്ലേ വസ്തുത, എല്ലാവർക്കും അറിയുന്ന വസ്തുതയല്ലേ?
എങ്ങനെയാണ് കോടതി മെറിറ്റിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വാദം കേൾക്കണം, സർക്കാരിന്റെയും CBIയുടെയും ബന്ധപ്പെട്ട കക്ഷികളുടെ എല്ലാം വാദം കേൾക്കണം. അത് ഇന്ന് കോടതി കേട്ടിട്ടില്ല. കോടതി അത് കേൾക്കാൻ വേണ്ടിയാണ് മറ്റൊരു ദിവസത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് സർക്കാർ CBI അന്വേഷണം എതിർക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ സർക്കാരിന്റെ അരുൺ ശരിയായി വിശേഷിപ്പിച്ചതുപോലെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, ഇതിനകം 2,26,000 പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞ, ഇനിയും അനേകം വീടുകൾ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയെ നിയമക്കുരുക്കിൽ അകപ്പെടുത്തി അട്ടിമറിക്കാനും വൈകിപ്പിക്കാനുമുള്ള ദുഷ്ടലാക്കിനെ നിയമപരമായി നേരിടാൻ സർക്കാരിന് അവകാശമില്ലേ? എന്ത് ചെയ്യണം സർക്കാർ? ഇത് നിയമക്കുരുക്കിൽ അട്ടിമറിക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവരുടെ, പ്രതിപക്ഷത്തിന്റെ. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി CBI പോലൊരു അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ സർക്കാർ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കണമെന്നാണോ? അതിനെന്തായാലും ഈ സർക്കാർ ഒരുക്കമല്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടുന്നത് തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കമാണ്. അതുകൊണ്ടാണ് സർക്കാർ ചോദ്യം ചെയ്തത് ലൈഫ് മിഷനെ ഇതിൽ പ്രതി ചേർത്തതാണ്. എങ്ങനെ പ്രതി ചേർത്തിട്ടുള്ളത് നമ്മൾ FIR നോക്കി അറിയാലോ. അൺനോൺ സർവൻസ് ഓഫ് ലൈഫ് മിഷൻ ആണ്, അല്ലെ? അറിയാത്ത ലൈഫ് മിഷന്റെ ജീവനക്കാർ, അങ്ങനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നിട്ട FIR-ലെ മൂന്നാമത്തെ പ്രതിയോ? അതെ, ഞാൻ പറഞ്ഞത് വിജിലൻസ് അന്വേഷിക്കുന്ന വിഷയമല്ലല്ലോ ഇവിടെ CBI അന്വേഷിക്കുന്ന കാര്യം. CBI അന്വേഷണം, അത് ഞാനൊന്ന് പറഞ്ഞു വരുന്നതിന് മുമ്പ് അരുൺ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടപെട്ടാലോ? സാധാരണ അരുണിന് അങ്ങനെ ഇല്ലാത്തൊരു രീതിയാണത്. കുറച്ചുകൂടി സഹിഷ്ണുതയും ക്ഷമയും സംവാദ മര്യാദയും ഒക്കെ പുലർത്തുന്ന ഒരു അവതാരകനായിട്ടാണ് ഞാൻ അരുണിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. CBI അന്വേഷിക്കുന്നത് എന്താണ്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ സെക്ഷൻ 335 പറഞ്ഞുകൊണ്ടാണ് CBI അന്വേഷിക്കുന്നത്. ആ കേസേ നിലനിൽക്കില്ല എന്നതാണ് സർക്കാരിന്റെ വാദം. അല്ലാതെ സ്റ്റേ വേണമെന്നല്ല. ഈ കേസ് FIR തന്നെ റദ്ദാക്കേണ്ടതാണ്. ഈ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല എന്നാണ് ഞങ്ങൾ ഉയർത്തുന്ന വാദം, ഗവൺമെന്റ് ഉയർത്തുന്ന വാദം. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. ഒന്ന്, ഈ FCRA സെക്ഷൻ 3 അനുസരിച്ച് ഒരു ഒഫൻസ്. ഞാൻ MP രാജേഷ് ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്ക് അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് തിരിച്ചു വരാം. കൃത്യമായി ഈ പോയിന്റാണ് നമ്മൾ ഇന്ന് ചർച്ചയിലുടനീളം എടുക്കുന്നത്. അതിന്റെ കണ്ടന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് ഇന്ന് ഇടക്കാല സ്റ്റേ ഹൈക്കോടതി നിരാകരിച്ചത് സർക്കാരിന് തിരിച്ചടിയല്ല, അത് അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു, അത് വിചാരണയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ വ്യാഖ്യാനിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിനോട് ബാക്കിയുള്ള അതിഥികൾ കൂടി എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. ശബരിനാഥ്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ചിലർക്ക് സന്തോഷമായില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഇപ്പോൾ ചിലർക്ക് ആശ്വാസമായി കാണും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ നൂലാമാലകളിൽ ഈ ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ 140 പേരുടെ സ്വപ്നത്തെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തിയതിന് ചിലർക്ക് ആശ്വാസമായി കാണുമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ MP രാജേഷും അത് തന്നെ പറയുന്നു. നിയമത്തിന്റെ നൂലാമാലകളിൽ ഭവനരഹിതരായ ഭൂരഹിതരായ മനുഷ്യരെ ഇങ്ങനെ നിരാരംഭരാക്കി നിസ്സഹായരാക്കി നിർത്തുന്നത്, അതിനുവേണ്ടിയാണ് ഈ നിയമ നടപടി അന്വേഷണം. അതാണ് ഈ സർക്കാർ കോടതിയിൽ പറയാൻ ശ്രമിച്ചത്. ഈ അന്വേഷണം നിലനിൽക്കില്ലെന്ന് നിയമോപദേശം സർക്കാരിനുണ്ട്. സർക്കാർ ആ നിയമോപദേശവുമായി ഹൈക്കോടതിയിൽ പോകുന്നു. ആ ഹൈക്കോടതി ആ ഹർജി തള്ളിയിട്ടില്ല. വ്യാഴാഴ്ച കേൾക്കാൻ പോകുന്നു. തിരിച്ചടി എന്ന് എങ്ങനെ പറയും ശബരിനാഥ്? ആദ്യമായി ആദ്യം പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ആ ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ തോമസ് ഐസക്കിനോടും ശ്രീ ജോൺ ബ്രിട്ടാസിനോടുമാണ്. കാരണം ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 4.5 കോടി രൂപയുടെ അഴിമതിയുണ്ട്, അത് ലൈഫും അതോടൊപ്പം മറ്റ് പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് ഈ കേസിന് കൂടുതൽ ഒരു ശക്തി നൽകിയിട്ടുള്ളത് ശ്രീ തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസുമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നത് തോമസ് ഐസക്കിനോടും ജോൺ ബ്രിട്ടാസിനോടുമാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഞാനിതിൽ പറഞ്ഞു വന്നത്, രാജേഷ് ആദ്യമൊക്കെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥിരം പല്ലവിയിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ പ്രതിപക്ഷവും മീഡിയയും തമ്മിലുള്ള ഗൂഢതന്ത്രങ്ങൾ, അത് 24 ന്യൂസും ആ ഗൂഢതന്ത്രങ്ങൾ നടത്തുന്ന മീഡിയയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീ MP രാജേഷ്, ഇന്ന് ഈ വിഷയം 24 ന്യൂസ് ചാനൽ ചർച്ചയിൽ എടുക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ ഒരു അന്വേഷണത്തിന് തൽക്കാലം തടയിടുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മലബാറിലുള്ള ഇടതുപക്ഷത്തിന്റെ ഫണ്ടറും അതോടൊപ്പം കൊടുവള്ളി നഗരസഭയിലെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലറുമായ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി കേരള രക്ഷായാത്ര നടത്തിയപ്പോൾ കൊടുവള്ളിയിൽ മിനി കൂപ്പർ വണ്ടിയിൽ കയറി നിന്നപ്പോൾ അതിന്റെ ഉടമയുമായ കൊടുവള്ളിയിലുള്ള കാരാട്ട് ഫൈസലിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റംസ്. അപ്പോൾ ഇത്രയും 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ശ്രീ രാജേഷിന്റെ അറിവിലേക്ക് ഞാൻ പറഞ്ഞത് ഇന്ന് 24 ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് ആ
പറഞ്ഞ കോടതിയുടെ ഇടപെടലും അല്ലെങ്കിൽ ശ്രീ കാരാട്ട് ഫൈസലിന്റെ ഈ ഒരു അന്വേഷണം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് 24 ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹത്രാസിലുള്ള ഭീകരനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞതടക്കമുള്ള ആദിത്യനാഥിന്റെയും അതോടൊപ്പം BJP സർക്കാരിനെതിരെയുള്ള ബാബറി മസ്ജിദ് വിഷയമൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് കേരളത്തിൽ കൂടുതൽ പ്രസക്തി കാരാട്ട് ഫൈസലും അതോടൊപ്പം പാർട്ടി സെക്രട്ടറിക്കും ബന്ധമുള്ള ആളുകൾക്ക് ഇന്ന് അറസ്റ്റ് നടക്കുന്ന കസ്റ്റംസ് ചോദ്യം ചെയ്തത് കൊണ്ടാണ്. ഇനി എന്റെ പ്രധാനപ്പെട്ട ഒരു വാദത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ കോടതിയിൽ ഈ പറഞ്ഞ CBIയുടെയും അനിലക്കരയുടെയും കേസിനെതിരെ കോടതിയിൽ സർക്കാർ പോയപ്പോൾ പറഞ്ഞിരിക്കുന്ന അവരുടെ 2 പ്രധാനപ്പെട്ട പ്രയറുകൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഈ വിഷയത്തിൽ FCRA ലംഘനം യൂണിടെക്കും സെയിൻ വെഞ്ചേഴ്സും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ എന്റെയും രാജേഷിന്റെയും ഡോക്ടർ അരുണിന്റെയൊക്കെ നികുതി പണത്തിൽ നമ്മൾ ചെലവ് കൊടുക്കുന്ന കേരള സർക്കാരിന്റെ ഗവൺമെന്റ് ലീഡർ ഇന്ന് കോടതിയിൽ പോയി ബാധിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ യൂണിടാക്കുകാർ പാവപ്പെട്ട ആളുകളാണ്. അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. യൂണിടാക്കിന് FCRAയിൽ നിന്ന് FCRA നിയമപ്രകാരം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് തെറ്റില്ല എന്നുള്ളത്. യൂണിടാക്കിന്റെ വക്കീലിനെ യൂണിടാക്കുകാർ പൈസ കൊടുത്ത് നിയമിക്കുന്നതിന് പകരം ഇന്ന് യൂണിടാക്കിന്റെ വക്കീലായിട്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ലീഡറും കൂട്ടരും അതോടൊപ്പം വെളിയിൽ നിന്നുള്ള ഉന്നതമായിട്ടുള്ള വക്കീലന്മാർ വന്ന അവസ്ഥയാണ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി ഇന്ന് കേരള സർക്കാർ വാദിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും. അവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ശബരിനാഥ്. കാരണം ഈ CBI അന്വേഷണത്തിലെ 3ാം പ്രതിയായി ചേർത്തിരിക്കുന്നത് സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് മിഷന്റെ അൺനോൺ പബ്ലിക് സർവൻസ് ആണ്. അതിൽ ഈ പറയുന്ന ലൈഫ് മിഷന്റെ CEO UV ജോസ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാരിന് യൂണിടാക്കിന് വേണ്ടി വാദിച്ചു എന്നൊരു വാദം നിൽക്കില്ല. സർക്കാരിന്റെ പദ്ധതിയെ അന്വേഷണത്തിന് വിധേയമാക്കുന്നു എന്നതാണ് പ്രശ്നം. ഒരിക്കലുമില്ല. സർക്കാരിന്റെ വശം മാത്രം പറയണമെങ്കിൽ യൂണിടാക്കിന് വേണ്ടി വക്കാലത്ത് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് പറയാതെ തന്നെ സർക്കാർ ചെയ്തിരിക്കുന്നത് യൂണിടാക്കിനെ വെള്ളം വീഴ്ചയാണ്. ആ ഒരു കേസ് വിസ്താരത്തിൽ വരുമ്പോൾ ഇന്ന് അവർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായി പറയുന്നത് കരാർ ഉണ്ടാക്കിയത് റെഡ് ക്രസന്റും യൂണിടാക്കും തമ്മിലാണ്. അതുകൊണ്ട് പണം കൈമാറിയിരിക്കുന്ന ഇവർ തമ്മിലാണ്. അതുകൊണ്ട് FCRA ചട്ടങ്ങൾ വയലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. യൂണിടാക്കിന് വേണ്ടിയും സെയിൻ വെഞ്ചേഴ്സിന് വേണ്ടി സർക്കാർ വക്കാലെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇവർ പറഞ്ഞത് ഈ വിഷയത്തിൽ CBI അന്വേഷണം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കാര്യങ്ങൾ പറയുമ്പോൾ അതിലുള്ള തെളിവുകളായി നിരത്തുന്ന കാര്യം, ആദ്യം 1 കോടി രൂപയും 1 കിലോ സ്വർണവും ഇവിടെ ശിവശങ്കറിന്റെ എന്താ പറയുക ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും സ്വപ്ന സുരേഷിന്റെയും ഒരുമിച്ചുള്ള ജോയിന്റ് ലോക്കറിൽ ഉണ്ടെന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, അത് പത്രങ്ങളിലും അതോടൊപ്പം മൊഴികളായി വന്ന കാര്യമാണ്. അതിനുശേഷം 4.5 കോടി എന്നുള്ള അഴിമതി ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവുമാണ് ഡേറ്റ് സഹിതം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ രേഖകൾ എടുത്ത് നോക്കുമ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ സുതാര്യത കാണിച്ചിട്ടില്ല എന്നുള്ളത് ഉള്ളതാണ്. അതിനൊരു വാദം കൂടെ ഞാൻ പറയാം. ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസും തോമസ് ഐസക്കും പങ്കെടുത്ത കൈരളിയിലെ ഇന്റർവ്യൂവിൽ പറയാൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി CPMലെ ആളുകൾ വന്ന് പറയുന്നത് ഇത് കേരളത്തിൽ യൂണിടാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനല്ല, മറ്റെവിടെ ഓഫീസ് പണിയുന്നതിന്റെ വിഷയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളും അടിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി CBI അല്ലേ? കേരളത്തിലെ വിജിലൻസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുമോ? അപ്പോൾ വിജിലൻസിനെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് പ്രഥമ അതൊരു മനോഹരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് MP രാജേഷ് മറുപടി പറയട്ടെ. ചുരുങ്ങിയത് ധനകാര്യമന്ത്രിയെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ UAE കോൺസുലേറ്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് യൂണിടാക്ക് പണം കൈമാറിയത് എന്നതും ഈ CBIക്ക് അന്വേഷിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് ശരിയല്ല എന്നാണ് ശബരിനാഥന്റെ പോയിന്റ്. അത് MP രാജേഷ് മറുപടി പറയട്ടെ. എനിക്ക് VV രാജേഷിനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. VV രാജേഷ്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? 140 പേരുടെ ഭവനരഹിതരായ ഭൂരഹിതരായ സാധുക്കളുടെ സ്വപ്നങ്ങളിട്ടാണ് നിങ്ങൾ ഈ നിയമത്തിന്റെ നൂലാമാലയിലിട്ട് ഇങ്ങനെ ഇട്ടാവട്ടമിട്ട് കറക്കി കളിക്കുന്നത്. കണ്ണിൽ ചോരയില്ലേ എന്നാണ് ചോദിച്ചത്. ആശ്വാസമായില്ലേ എന്ന ചോദ്യം BJPയോട് കൂടിയാണ്. ഞങ്ങൾക്ക് തിരിച്ച് MP രാജേഷിലൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുവാനുള്ളതും കണ്ണിൽ ചോരയില്ലേ എന്നാണ്. ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായി വന്നൊരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നു എന്ന് മാത്രമല്ല, വിജിലൻസ് പോലുള്ള ഒരു ഏജൻസിയെ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ CBI വരുന്നതിന് മുമ്പ് തിരക്ക് പിടിച്ച് 24 മണിക്കൂറിന് മുൻപ് FIR ഇട്ട് കോടതിയിൽ ചെന്നത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഹൈക്കോടതിയിൽ കേസ് വരുമ്പോഴേക്കും CBI അന്വേഷണം തുടർന്ന് മുൻപോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് ശരിയായിരിക്കുന്നു. അന്ന് ഇവരൊക്കെ എന്താ പറഞ്ഞത്? CBIക്ക് അധികാരമില്ല, വിജിലൻസ് കൃത്യമായിട്ട് അന്വേഷിച്ചോളൂ. പക്ഷേ ഇന്ന് ഹൈക്കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്,
ഈ മുഖ്യമന്ത്രിക്ക് സത്യം പുറത്തു വരുന്നത് തടയാൻ വേണ്ടി കണ്ണിൽ ചോരയില്ലാത്ത വിധം മുഖ്യമന്ത്രി അധികാരത്തിൽ ഭ്രമിച്ചു പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ അൺനോൺ ഒഫീഷ്യൽസിൻ്റെ പേരിൽ FIR ഇട്ടു എന്നുള്ളതാണ് MP രാജേഷിൻ്റെ വേദന. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ തന്നെ അഭിഭാഷകരൊക്കെയാണ്, നമ്മളൊക്കെ തന്നെ സമരങ്ങൾ നയിച്ചിട്ടുള്ളവരാണ്. എങ്ങനെയാണ് സാധാരണ പോലീസ് FIR ഇടുന്നത്? 1-2 പേരുടെ പേര് ആദ്യം ചേർക്കും, അവർക്കറിയാവുന്നുള്ള, കണ്ടാൽ അറിയാവുന്നുള്ള ബാക്കിയുള്ളവരും പങ്കെടുത്ത സമരപരിപാടി എന്നല്ലേ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അൺനോൺ ഒഫീഷ്യൽസ് എന്ന് മാത്രമേ സർക്കാരിന് ഇടാൻ സാധിക്കുള്ളൂ. ഇനി ആണെങ്കിൽ തന്നെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ അച്ഛൻ പത്തായത്തിലില്ല എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തിനാണ് 482 CRPC പെറ്റീഷനുമായിട്ട് നിങ്ങൾ FIR കോഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോടതിയിൽ പോയത്? അപ്പോൾ വിജിലൻസ് എന്ന ഒരു ഏജൻസിയെ എന്തെങ്കിലും വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും അഴിമതി മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. അതിന് MP രാജേഷിനെ പോലുള്ള ആൾക്കാർ അതിന് വക്കാലത്തുമായി വാദിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായും അതിശയകരമായും വേദനയോടുകൂടിയാണ് ഞങ്ങളിവിടെ കാണുന്നത്. ഇവിടെ രാജേഷ് കൂട്ടുപിടിച്ചത് കൃഷ്ണൻ, യുധിഷ്ഠിരൻ, അർജുനൻ, മഹാഭാരത യുദ്ധം, ഇതൊക്കെ രാജേഷ് ഉപമിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ അഴിമതി മൂടിവെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഈ പുരാണങ്ങളും മഹാഭാരത യുദ്ധവും ഒക്കെ തന്നെ ഉദാഹരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും എന്തുമാത്രം താണ നിലവാരത്തിലുള്ള പണിയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ അരുൺ, ഇന്ന് കാരാട്ട് ഫൈസലിനെ അവിടെ ചോദ്യം ചെയ്യുമ്പോഴേക്കും ഒരു ദിവസം 5 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് കൊടുവള്ളി എന്നുള്ളൊരു ചെറിയ ഗ്രാമം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ദേശീയ ഏജൻസികൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം 180 കോടി രൂപ, ഒരു വർഷം 1500-2000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് കൊടുവള്ളി എന്നുള്ള ഒരൊറ്റ ഗ്രാമം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഈ കള്ളപ്പണം പിടിക്കേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ പോയി മാത്രം തകർക്കുന്നു എന്നുള്ള വസ്തുത ആലോചിച്ച് നോക്കൂ. അല്ല സാർ, ഈ കള്ളപ്പണം പിടിക്കേണ്ട കൊടുവള്ളിയിൽ ഓരോ ദിവസവും കൃത്യമായി 5 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയാണ് സാർ PMLA അന്വേഷിക്കേണ്ട എൻഫോഴ്സ്മെന്റ്? അവർ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. അവർ പിടിച്ചു തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ദിവസം 5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന് കണ്ടുപിടിച്ചത്. അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിൽപ്പെട്ടവർ, നേതൃത്വം ഉൾപ്പെടുന്നവർ ഇവർ സംരക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഒരു ഗവൺമെന്റ് സംവിധാനം തന്നെ കോടതിയിൽ ചെന്നുകൊണ്ട് അതിനെയൊക്കെ തന്നെ അട്ടിമറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് തരണം ചെയ്യുക എന്നുള്ളൊരു ശ്രമകരമാണ്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തന്നെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അഭിഭാഷകരെ നിരത്തിക്കൊണ്ട് കോടതിയിൽ ഇക്കാര്യങ്ങൾ അട്ടിമറിക്കുവാനും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കള്ളപ്പണ ഇടപാടുകാർക്ക് കൂട്ടുനിൽക്കാനും ചെന്ന് കഴിഞ്ഞാൽ, അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകി കഴിഞ്ഞാൽ, ഇടതുമുന്നണിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരെ MLA ഇപ്പോൾ ഈ കാരാട്ട് ഫൈസൽ ഉൾപ്പെട്ടിരിക്കുന്ന കേസിൽ ഈ സർക്കാർ അന്വേഷണത്തിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടില്ല. അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തെ സർക്കാർ സ്വാഗതം ചെയ്യുകയും സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന അന്വേഷണവുമാണ്. അതും ലൈഫ് മിഷനും തമ്മിൽ അങ്ങ് കൂട്ടിക്കെട്ടരുത്. രണ്ടും രണ്ടായി തന്നെ കാണണം. ശരിയാണ്, ഇടതുമുന്നണിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധി ഇതാ ആദ്യമായി കസ്റ്റംസിന് മുന്നിൽ 5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ വിധേയമായി സംശയത്തിന് മുന്നിൽ നിൽക്കുന്നു. അതാണ് കാര്യം. അരുൺ, ആദ്യമായല്ല, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. 43 ലക്ഷം രൂപ പിഴയടച്ചാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. പിന്നെ CPMന്റെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ, അദ്ദേഹം ഒരു കേസിൽ ജയിലിൽ കിടന്നപ്പോഴേക്കും മറ്റൊരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫയാസ് അദ്ദേഹം അറബി വേഷത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ജയിലിൽ പോയിരുന്നു. ഇതെല്ലാം ഈ ഒരു നെക്സസ് ഉണ്ടല്ലോ, മലബാർ മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് റൈസർമാരായിട്ടുള്ളവർ, അവിടെ നടക്കുന്ന പല രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ സഹായഹസ്തം നൽകുന്നവർ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ലോബിയാണ് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ഭരണത്തിൻ്റെ പുറകിൽ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. ഈ കാരാട്ട് ഫൈസലിൻ്റെ കേസിൽ കോടതിയിൽ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് എന്തെന്ന് അദ്ദേഹത്തോടാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്.
റൈറ്റ്, ശരി. അതിനുള്ള മറുപടി എം പി രാജേഷ് പറയട്ടെ. എം പി രാജേഷ്, ഈ രണ്ടുപേരും ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി. എനിക്കും ഒരു സംശയമുണ്ട് ഈ ഘട്ടത്തിൽ. CBIയുടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അഥവാ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം തിടുക്കപ്പെട്ട് പ്രഖ്യാപിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി FIR ഇട്ടിട്ടില്ലാത്തൊരു കേസിൽ ഈ സെക്രട്ടേറിയറ്റിൽ കടന്ന് മുഴുവൻ ഒറിജിനൽ ഫയലുകളും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. അത് വളരെ ഗുരുതരമായൊരു കുറ്റമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. FIR ഇടുന്നതിന് മുൻപ് കോപ്പികൾ മാത്രമേ, ഫയലുകളുടെ കോപ്പികൾ മാത്രമേ വിജിലൻസിന് ശേഖരിക്കാൻ അവകാശമുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട ലൈഫുമായി ബന്ധപ്പെട്ട മുഴുവൻ ഒറിജിനൽ ഫയലുകളും വിജിലൻസ് എടുത്തുകൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ഇത് തെളിവ് നശിപ്പിക്കാനല്ലേ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യവും പ്രസക്തമാണ്. അതിനുകൂടി മറുപടി. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ UP യിൽ തടഞ്ഞു, ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് എന്നാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസിൽ നിന്നുകൂടി വ്യത്യസ്തമാണ്. പൂർണ്ണമായും BJPക്ക് കീഴ്പ്പെട്ട BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. നോക്കൂ, എത്ര മടിയില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ മറ്റതിനേക്കാളൊക്കെ പ്രധാനം ഇതാണെന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് മടിയുണ്ടായില്ല. പിന്നെ ഇവിടെ BJPയുടെ നേതാവ് പറഞ്ഞൊരു കാര്യം എന്താ, വിജിലൻസിനെ ദുരുപയോഗിക്കുന്നു. എന്തൊരു തൊലിക്കട്ടി വേണം അങ്ങനെ സംസാരിക്കണമെങ്കിൽ. CBIയെ ദുരുപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദുരന്തം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് വിജിലൻസിന് ഇവിടെ ദുരുപയോഗിക്കുന്നു എന്നുള്ളത്. ഇന്നത്തെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ മനോഹരമായിട്ടുള്ള കാർട്ടൂൺ ഉണ്ട്, ഒരു മൂർച്ചയുള്ള ഒരു കാർട്ടൂൺ, DP ഉണ്ണിയുടെ കാർട്ടൂൺ. ആ കാർട്ടൂൺ എന്താണെന്നറിയോ? CBI രാജ്യവ്യാപകമായിട്ടൊരു അക്വിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്നാണ്, ഒരു മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്നാണ്. അക്വിറ്റ് ഇന്ത്യ, പ്രതികളെ വെറുതെ വിടുക എന്നുള്ളത്. ആ CBI ആണ് കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ച, ക്യാപ്റ്റീവ് പപ്പറ്റ് എന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും അതുപോലെ ഛത്തീസ്ഗഡിലും ഒന്നും പ്രവേശനമില്ലാത്ത, ബംഗാളിലും പ്രവേശനമില്ലാത്ത ആ CBIയെ ദുരുപയോഗിക്കുന്നവരാണ് ഇവിടെ വിജിലൻസിനെ ദുരുപയോഗിക്കുന്നു എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ രണ്ടു കൂട്ടരും അറിയാതിരുന്നൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ യാദൃശ്ചികമായിട്ട് അറിയാതെ പോയതാണ്. നിങ്ങളൊക്കെ വളരെ ചെറിയ വാർത്തയായിട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം. ഒന്ന്, ഇബ്രാഹിം കുഞ്ഞിനെതിരെ 10 കോടി കള്ളപ്പണം വെളുപ്പിച്ചതിന് കേസെടുത്തിട്ടുണ്ട് ഇവിടെ. ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ മന്ത്രി, പഞ്ചവടി പാലം, പാലാരിവട്ടം പാലം നിർമ്മിച്ച കുപ്രസിദ്ധനായിട്ടുള്ള മുൻ മന്ത്രി 10 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ED കേസിലെ പ്രതിയാണ്. ഇന്നലെ വേറൊരു മുൻ മന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവരറിയാത്തതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം ഇവരുടെ ശ്രദ്ധയിൽപ്പെടാൻ മാത്രമുള്ള പ്രാധാന്യമുള്ള വാർത്തയായിട്ട് നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. എന്നിട്ടാണ് ഇവര് ഒരു ജനപ്രതിനിധിയുടെ കാര്യം, അദ്ദേഹം LDFന്റെ കൗൺസിലർ പോലും അല്ല, കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ LDFന്റെ കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറഞ്ഞാൽ LDFന്റെ കൗൺസിലർ പോലുമല്ല, സ്വതന്ത്ര കൗൺസിലറാണ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ വേറെ ബന്ധമൊന്നും ഇടതുപക്ഷമായിട്ട് ഇല്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്രനായിട്ട് മത്സരിച്ച ഒരാളാണ്. ഇവിടെ ഒരു മുൻ മന്ത്രി കള്ളപ്പണ കേസിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ്. വേറെ ഒരു മുൻ മന്ത്രിയുടെ മകനെ ഇതുപോലൊരു കേസിൽ ED ചോദ്യം ചെയ്തതാണ്. അതിലൊന്നും ഇവർ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ, പാവം നിഷ്കളങ്കരാണ്, അറിയാതെ പോയതാണ്. പിന്നെന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? അരുണിന്റെ ചോദ്യം, FIR ഇടുന്നതിന് മുമ്പ് വിജിലൻസ് ഫയലുകൾ ശേഖരിച്ചത് ഗുരുതരമായിട്ടുള്ള കുറ്റമല്ലേ എന്നാണ്. നോക്കൂ, FIR നിലനിൽക്കാത്തൊരു കാര്യത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം ഒരു തരത്തിലുള്ള നിലനിൽപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടത് CBI അല്ലേ? അത് മറച്ചുവെക്കാനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ചതല്ല. നിങ്ങളാണ് ചോദിച്ചത് വിജിലൻസ് അന്വേഷിക്കണമെന്ന അഭിപ്രായമുണ്ടോ എന്ന്. അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 1 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിജിലൻസിന് അന്വേഷിക്കാൻ നിയമപരമായിട്ട് കഴിയുമെങ്കിൽ അന്വേഷിക്കണം എന്നതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് 1 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് തിടുക്കപ്പെട്ടതായിട്ട് മാറുന്നത്? അങ്ങനെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിന്നീട് പ്രസ്താവനയും പുറപ്പെടുവിച്ചു. വിജിലൻസ് അന്വേഷണത്തിന് നിയമപരമായ സാധ്യതയുണ്ടെങ്കിൽ സർക്കാർ അത് പരിശോധിക്കണം.
ഡയറക്ഷന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു, അല്ലാതെ തിടുക്കപ്പെട്ട് പെട്ടെന്ന് പ്രഖ്യാപിച്ച കാര്യമല്ല. നിങ്ങളെല്ലാം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു. സർക്കാരിനോട് പാർട്ടി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു, നിയമപരമായി സാധ്യമാണെങ്കിൽ ചെയ്യണം, നിയമപരമായി സാധ്യമാണെന്ന് ഉപദേശം കിട്ടി. അങ്ങനെയാണ് ആ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ CBIയുടെ കാര്യത്തെ എതിർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നിലനിൽക്കാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടി CBI സ്വീകരിച്ചതുകൊണ്ടാണ്. ഇനി അതിലേക്ക് വരാമോ? സെക്ഷൻ എനിക്കൊരു സംശയം കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വിജിലൻസിന്റെ ഈ വിജിലൻസ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത മണിക്കൂറുകളിലാണ് ഈ CBI അന്വേഷണം ഉണ്ടാവുന്നത്. CBI അന്വേഷണം ഉണ്ടാവുന്ന ഒരു ഘട്ടം, അതിന് തൊട്ട് മുമ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക. ആ വിജിലൻസ് അന്വേഷിക്കുന്നത് അഴിമതി കേസാണ്, ഇത് FCRA കേസാണ്. പക്ഷേ സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത സാമ്പത്തിക ഇടപാടാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ വാദിക്കുന്നു. എന്നാൽ അഴിമതിയുടെ കേസിന്റെ കാര്യം അന്വേഷിക്കാൻ സർക്കാർ തന്നെ വിജിലൻസിനോട് പറയുന്നു. ഇതിലാണൊരു വൈരുദ്ധ്യം. സർക്കാർ ഇതിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഏജൻസി അഥവാ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്, അഴിമതിയുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്ന്. എന്നിട്ട് അതേ സർക്കാർ ഹൈക്കോടതിയിൽ പോയി വാദിക്കുന്നു ഇതിൽ സർക്കാരുമായി യാതൊരു സാമ്പത്തിക ഇടപാടുമില്ല. അതിലെ വൈരുദ്ധ്യം കൂടി പ്രസക്തമാണ്. MP രാജേഷ്, എന്ത് വൈരുദ്ധ്യമാണ് അരുൺ ഇതിൽ പറയുന്നത്? ഞാൻ അരുണിനോടൊരു കാര്യം ചോദിക്കട്ടെ. പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയോ വിജിലൻസ്? ആരാണ്? അരുണാണോ കണ്ടെത്തേണ്ടത്? FIR ഇട്ടത് എങ്ങനെയാണ് സാർ? FIR ഇട്ടത് എങ്ങനെയാണ് വിജിലൻസ്? അല്ല നോക്കൂ, അല്ല വിജിലൻസ് അഴിമതി ആരോപണം ഉയർന്നു വന്നു, വിജിലൻസ് അന്വേഷിച്ചു. അത് നിയമപരമായ നടപടിക്രമമാണ്. ഇവിടെ നിയമപരമല്ലാത്ത നടപടിക്രമം CBI എന്തുകൊണ്ട്? FCRA വയലേഷനാണ് CBI അന്വേഷിക്കുന്നത്. CBI അന്വേഷിക്കുന്ന FCRA വയലേഷനാണ്. FCRA വയലേഷന്റെ പരിധിയിൽ ഇത് വരികയില്ല എന്നുള്ളതാണ് വാദം. അത് സ്ട്രോങ് കേസാണ് ഗവൺമെന്റിന്റെ. ഒരു തരത്തിലും FCRA വയലേഷൻ നിലനിൽക്കുന്നതല്ല. അത് പ്രകടമായി പ്രത്യക്ഷമായി നിയമവിരുദ്ധമാണ്, രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ആരാ തിടുക്കപ്പെട്ട് നടപടി സ്വീകരിച്ചത്? ഞാൻ പറഞ്ഞു, 1 മാസത്തെ പ്രക്രിയയ്ക്കൊടുവിലാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തലേ ദിവസം കോൺഗ്രസ് MLA പരാതി കൊടുക്കുന്നു, പിറ്റേ ദിവസം FIR ഇടുന്നു CBI. ആരാ തിടുക്കപ്പെട്ട് നടപടി സ്വീകരിച്ചത്? വിജിലൻസ് ആണോ CBI ആണോ? CBI വിജിലൻസിനോട് ഫയൽ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. CBI വിജിലൻസിനോട് ആവശ്യപ്പെടുകയാണോ ഫയൽ ഹാജരാക്കാൻ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. പറഞ്ഞോളൂ. അല്ല അരുൺ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് തിടുക്കപ്പെട്ട് നടപടി സ്വീകരിച്ചത്? 1 വർഷമായി ടൈറ്റാനിയം കേസ് CBIയുടെ മുമ്പിലിരിക്കുകയാണ്, എടുത്തില്ലല്ലോ നടപടി. മാറാട് കേസ് എത്ര കാലമായി? അതും ആളുകൾ കൊല്ലപ്പെട്ട കേസാണല്ലോ, ഗുരുതരമായ ക്രിമിനൽ കേസിൽ. അവിടെ വർഗീയ കലാപത്തിന്റെ കേസാണ്, CBI നടപടിയെടുത്തില്ലല്ലോ. ഇത് തലേ ദിവസം MLA പരാതി കൊടുത്തു, പിറ്റേ ദിവസം FIR ഇട്ടു. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് തിടുക്കപ്പെട്ട് വിജിലൻസ് കേസ് എടുത്തു. 1 മാസം കൊണ്ടാണ് വിജിലൻസ് കേസിലേക്ക് എത്തുന്നത്, വിജിലൻസിന്റെ നടപടികളിലേക്ക് എത്തുന്നത്. CBI ആണോ വിജിലൻസ് ആണോ തിടുക്കപ്പെട്ട നടപടി സ്വീകരിച്ചത്? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള MP രാജേഷിന്റെ ആരോപണത്തിനുള്ള മറുപടി തിടുക്കപ്പെട്ടതാര്? അനിലക്കര കൊടുക്കുന്നു, ദാ ഉടൻ 24 മണിക്കൂറിനുള്ളിൽ FIR ഇടുന്നു. നിങ്ങൾക്ക് രാജസ്ഥാനിലും ഈ പറയുന്ന ഛത്തീസ്ഗഡിലും വരുമ്പോൾ അത് ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്, അത് തൃശ്ശൂരിൽ വരുമ്പോൾ മാത്രം CBIക്ക് പരിശുദ്ധമായിട്ടുള്ള പദവി. അവിടെ അനിലക്കരെ സന്തോഷിപ്പിച്ചുകൊണ്ട് CBI FIR ഇടുന്നു. ഇവിടെയാണ് തിടുക്കപ്പെട്ടതാര് എന്ന ചോദ്യം ഉണ്ടാവുന്നതെന്നാണ് രാജേഷ് ചോദിക്കുന്നത്. നമുക്കിനി ഇതിന് ടെക്നിക്കാലിറ്റിയിലേക്ക് കൂടി വരണം. എന്തുകൊണ്ട് ഇത് FCRAയിൽ നിൽക്കില്ല എന്ന ചോദ്യം. ആദ്യം ഇതിനുള്ള മറുപടി ശബരിനാഥ്. അല്ല, അതിന് വളരെ പെട്ടെന്നൊരു മറുപടി തരാണ് ഡോക്ടർ അരുൺ. പത്തനംതിട്ട കോന്നിയിലുള്ള പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് വളരെ തിടുക്കത്തിൽ തന്നെ കേരള സർക്കാർ അത് CBIക്ക് വിട്ടല്ലോ. അപ്പൊ തന്നെ CBI എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തിടുക്കവേ ഇതിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ജനകീയ വിഷയമായപ്പോൾ അത് CBIക്ക് റെഫർ ചെയ്യാം, അവർക്ക് കേസെടുക്കാം. പക്ഷെ ഈ വിഷയത്തിൽ CBI കേസെടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് മറിച്ചൊരു വാദമുണ്ട്, അത് നിലനിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ വെള്ളപൂശാൻ രാജേഷ് പോകുന്ന ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്നതിനെ കണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം കാരാട്ട് ഫൈസല് CPM അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. കൊടുവള്ളിയിലെ MLA കാരാട്ട് റസാഖും കുന്നമംഗലം MLA PT റഹീമും ഒക്കെ ഇവിടെ നിയമസഭയിൽ ബില്ല് പാസ്സാക്കുമ്പോൾ എന്തായാലും കോൺഗ്രസിന് വേണ്ടി അനുകൂലമായിട്ടല്ല, അല്ലെങ്കിൽ UDFന് വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം പാർട്ടി സെക്രട്ടറി അങ്ങനെ പാർട്ടിക്കാരനല്ലാത്ത ഒരാളുടെ മിനി കൂപ്പർ വണ്ടി, ചെറിയ അംബാസഡർ വണ്ടിയോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് വണ്ടിയോ ഒന്നും അല്ല, മിനി കൂപ്പർ വണ്ടി പാർട്ടിക്കാരനല്ലാത്ത കാരാട്ട് ഫൈസലിന്റെ മിനി കൂപ്പർ വണ്ടിയിൽ പാർട്ടി സെക്രട്ടറി കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ബൈലോയും മാനുവലും പ്രകാരം അത് തെറ്റല്ലേ രാജേഷേ?
അപ്പൊ അതിനെതിരെ നടപടി നിങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് മുകളിലോട്ട് പറയുമോ? എന്തായി പറയുന്നത്? കാരാട്ട് ഫൈസൽ ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത 15 വാർഡിലെന്തോ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്ന പറഞ്ഞ് ഇന്നലെ ഫ്ലെക്സും വാട്സാപ്പിൽ സോഷ്യൽ മീഡിയ സാധനം വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ കാരാട്ട് ഫൈസലിനെ നിങ്ങൾ ഇടതുപക്ഷക്കാരനാക്കാതിരിക്കുന്നത് എന്തുമാത്രം നിങ്ങൾ ഇതിനു വേണ്ടി എന്താ പറയാ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ തെളിവാണ്. നിങ്ങൾ ഇത്ര വെള്ളപൂശിയില്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് എന്നാൽ ഇതിൽ എം പി രാജേഷ് വളരെ പെട്ടെന്നൊരു മറുപടിക്ക് ശേഷം നമ്മൾ ഇതിന്റെ നിയമപ്രശ്നങ്ങളിലേക്ക് കൂടി വരണം. എം പി രാജേഷ്, ഇതിനുള്ള മറുപടി, ശബരിനാഥിന്റെ ചോദ്യത്തിനുള്ള മറുപടി. ഒപ്പം എന്റെ ഒരു ചോദ്യമുണ്ട്. ഇത് ഈ FCRI കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ലല്ലോ ഈ കേസിൽ ഇപ്പോൾ കേരളത്തിലെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സമാനമായ കേസ് പിണറായി വിജയൻ വിട്ടതിന്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഇതിലേക്ക് വരാം. നോക്കൂ, ഞാനിതിന് മറുപടി പറയാം. ഈ കാരാട്ട് ഫൈസലും കാരാട്ട് റസാഖും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത് ഇന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. കാരാട്ട് എന്ന രണ്ട് പേരുടെയും പേരിന്റെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ആത്മബന്ധം വളരെ വലുതാണ്. അല്ല, നോക്കൂ, പ്രകാശ് കാരാട്ടിന്റെ ബന്ധുവാണെന്ന് വരെ പറഞ്ഞു കളയും ഇദ്ദേഹം. അതൊന്നും പറയാൻ ഒരു മടിയില്ലാത്ത വിദ്വാനാണ്. ചിലപ്പോ പറഞ്ഞു കളയും. പ്രകാശ് കാരാട്ടിന്റെ ബന്ധുവാന്ന് പറയത്തില്ല, പക്ഷെ കാരാട്ട് ഫൈസലും കാരാട്ട് റസാഖും 100% പറയാം. ഞാൻ സഖാവ് പ്രകാശ് കാരാട്ടിന്റെ കാര്യം പറയുന്നില്ല, കാരാട്ട് ഫൈസലിന്റെയും കാരാട്ട് റസാഖിന്റെയും PT റഹീമിന്റെ കാര്യം പറയാം. ഉറച്ചു ഞാനെന്ന് അരുണേ ചോദ്യം പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ഒരു കാര്യം എനിക്ക് ഈ ഘട്ടത്തിൽ ഒരു കാര്യം അരുണിനോട് പറയാനുണ്ട്. ഈ ഒരു തരത്തിലും സംവാദത്തിൽ മര്യാദ പാലിക്കാത്ത ഒരാളാണ് ശ്രീ ശബരിനാഥൻ. അദ്ദേഹത്തിന് തോന്നുമ്പോഴെല്ലാം കയറി അങ്ങ് സംസാരിക്കലാണ്. അത് ഒന്നുകിൽ ആങ്കർ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മര്യാദ പാലിക്കും ഇനിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആങ്കറുടെ ചുമതല നിർവഹിക്കണം. അത് തീർച്ചയായും എം പി രാജേഷ്, ശബരിനാഥ് നേരത്തെയുള്ള ചർച്ചകളിലും ഒക്കെ നമ്മളോടൊപ്പം ഇതേ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചു പോകുന്നതാണ്. എന്തായാലും തുടർന്നും ഈ പ്രോട്ടോകോൾ ശബരിനാഥും രാജേഷും എം പി രാജേഷും പാലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തുടരാം. അല്ല, നിങ്ങൾ അരുണ് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ എപ്പോഴാണ് പാലിക്കാതിരുന്നത്? എന്ത് അസംബന്ധം വിളിച്ചു പറഞ്ഞാലും എന്റെ അവസരം വരുന്നത് വരെ ഞാൻ അങ്ങേക്ക് സമയം തരാം. അങ്ങേക്ക് ശബരിനാഥ് ഏതെങ്കിലും തരത്തിൽ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷെ ചില കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധമായി സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെടും. സ്വാഭാവികമായ ഒരു പ്രക്രിയയായി കണ്ടാൽ മതി. പറഞ്ഞോളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരു പാനലിസ്റ്റ് കയറി ഇടപെടുക എന്നത് മര്യാദയല്ല. ഓരോരുത്തർക്കും ഊഴമുണ്ടല്ലോ. ശരി ശരി ശരി, നമുക്ക് അതിലേക്ക് അധികം പോകണ്ട. അങ്ങ് മറുപടി പറ. ശരി, അപ്പൊ ഇനി ഈ ഫൈസലും റസാഖും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഇവിടെ ഉത്കണ്ഠപ്പെടുന്നു കണ്ടു. ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അത് നിഷേധിക്കില്ലല്ലോ. അത് നിഷേധിച്ചു കളയുമോ ശബരിനാഥൻ? അല്ലെ? മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് നഗരസഭാ ചെയർമാനും കോൺഗ്രസ് നേതാവുമാണോ? ആണോ? ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ. നഗരസഭാ ചെയർമാനാണോ? ED ചോദ്യം ചെയ്തില്ലേ? ഇബ്രാഹിം കുഞ്ഞ് MLA ആണോ? പിന്നെ ED കേസിലെ പ്രതിയല്ലേ, 10 കോടി വെളുപ്പിച്ച കേസിലെ? അതുപോലെ കമറുദ്ദീൻ 142 കോടിയുടെ കേസിലെ പ്രതിയല്ലേ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ജനപ്രതിനിധിയാണോ? മഞ്ചേശ്വരത്ത് MLA കമറുദ്ദീനും ഈ കമറുദ്ദീനും ഒരാളാണോ? അതോ നിഷേധിക്കുമോ? എന്തായാലും അതുപോലൊരു ബന്ധം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹവുമായിട്ട്, ഈ കൗൺസിലറുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല എന്നതാണ്. ഇതിവിടെ നിരന്ന് നിൽക്കുകയാണ്. ഇവരെല്ലാം ഇങ്ങനെ നിരന്ന് വെളുക്ക ചിരിച്ച് നിൽക്കുകയാണ്, ഈ പ്രതികളായിട്ടും ചോദ്യം ചെയ്യപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോഴാണ് ഏതോ ഒരു കൗൺസിലറുടെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം, ഏതോ കൗൺസിലർ അല്ല, നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് മിനി കൂപ്പർ വാഹനത്തിൽ ജനജാഗ്രതാ യാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കി കൊടുത്ത കാരാട്ട് ഫൈസൽ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നോക്കും, നമ്മളിപ്പോ ഒരു വണ്ടി ഒരു ആവശ്യത്തിന് വിളിക്കുന്ന സമയത്ത്, ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു വണ്ടി വിളിക്കുന്ന സമയത്ത് അതിന്റെ എന്താ പറയാ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നതല്ലോ. അത്രയേ ഉള്ളൂ അതിലൊക്കെ. പക്ഷെ മിനി കൂപ്പർ വാഹനം തിരഞ്ഞെടുക്കുമ്പോ ആ മിനി കൂപ്പർ കാണുമ്പോൾ സാധാരണ അംബാസഡർ കാണുന്നത് പോലെയാണ് എന്ന് തോന്നുന്ന ഒരു ബോധം, അത് പൊതുബോധത്തിന് അത്ര ദഹിക്കില്ല അത്ര വേഗം. ഇപ്പൊ MP രാജേഷിനെ പോലുള്ള നേതാവ് മിനി കൂപ്പറിൽ കയറില്ലെന്ന് എനിക്കറിയാം. ഇതെങ്ങനെ കയറി എന്നുള്ളതാണ് പൊതുബോധത്തിന് സംശയം. അത് ചർച്ചയുടെ വിഷയമല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിനി കൂപ്പർ ഒരു സാധാരണ ജനപ്രതിനിധിക്ക് ഒരു പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ച് സംശയമേ ഉണ്ടാവുന്നില്ല എന്നതിൽ നമുക്ക് അത്ഭുതമുണ്ട്. അല്ല, അപ്പൊ ഈ മറ്റു കാര്യങ്ങളിലൊന്നും അത്ഭുതമില്ല എന്നല്ലേ അരുൺ പറഞ്ഞത്? ഇപ്പൊ ഇബ്രാഹിം കുഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചതിൽ അത്ഭുതമില്ല, കമറുദ്ദീൻ 132 കോടി തട്ടിച്ചതിൽ അത്ഭുതമില്ല, ആര്യാടൻ ഷൗക്കത്തിനെ ED ചോദ്യം ചെയ്തതിൽ അത്ഭുതമില്ല. അതെല്ലാം
അത്ഭുതകരമല്ല. കാരണം കോൺഗ്രസും ലീഗും ഒക്കെ ആവുമ്പോൾ ഇതെല്ലാം അത്ഭുതപ്പെട്ടൊരു വഴിക്കായി എം പി രാജേഷ് ഞങ്ങൾ അത്ഭുതപ്പെട്ടൊരു വഴിക്കായി ഈ പാലാരിവട്ടം പാലവും ചന്ദ്രികയിൽ വന്ന കോടിയും ഈ കമറുദ്ദീൻ വടക്കേ അറ്റത്ത് നടത്തിയ കോടിയും അനിൽ നമ്പ്യാർ വിളിച്ച ടെലിഫോൺ കോളും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സഹമന്ത്രിയുടെയും ഈ പുകമറകളുടെ എല്ലാം മുന്നിലൂടെ വസ്തുതകൾ തിരക്കി നടക്കലാണ് ഇപ്പോൾ നമ്മളുടെ പണി. ഓരോ ദിവസവും ഈ പറയുന്ന നേതാക്കളുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചോദ്യം ചെയ്യലുമാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ശബരിനാഥനുള്ള മറുപടിയിലേക്ക് വന്നാൽ ഇതെങ്ങനെയാണ് നിയമപരമായി ഈ FCRIയുടെ അന്വേഷണം CBIക്ക് വിടുന്നത് നിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്നതാണല്ലോ ഏറ്റവും കാതലായ പ്രശ്നം. നമ്മൾ ആ പോയിന്റിലേക്ക് വരുന്നു. അതെ, തീർച്ചയായും ഞാനത് പറയാം. ഒന്ന്, FCRI സെക്ഷൻ 3 അതാണല്ലോ CBI ചുമത്തിയിട്ടുള്ളത്. ആ സെക്ഷൻ 3 അനുസരിച്ച് FCRI ലംഘനം ഇവിടെ നടന്നിട്ടില്ല. ആരെല്ലാം ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സെക്ഷൻ 3 പറയുന്നുണ്ട്. സമയം അനുവദിക്കുമെങ്കിൽ ഞാനത് വായിക്കാം. അത് നീണ്ട പട്ടികയാണ്. അതിലെവിടെയും ഇത്തരത്തിൽ ഒരു കരാറിന് പ്രതിഫലമായിട്ട് വാങ്ങാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടേയില്ല. വളരെ കൃത്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് കോൺട്രിബ്യൂഷൻ അല്ല, ഫോറിൻ കോൺട്രിബ്യൂഷൻ അല്ല. ഒരു കമ്പനി നൽകുന്ന സേവനത്തിനുള്ള പ്രതിഫലമാണ്, കോസ്റ്റാണ്. അത് ഇതിൽ നിന്ന് ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല. അതാണ് വാദം. അല്ലാണ്ട് യൂണിടെക്കിന് വേണ്ടിയല്ല വാദിക്കുന്നത്. FCRI ലംഘനം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതിന്റെ നിയമവശമാണ് സർക്കാരും കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ നിയമവശം വളരെ പ്രകടമായിട്ട് നിൽക്കുകയാണ്. ഒട്ടേറെ നിയമ വിദഗ്ധർ ഇതിനകം തന്നെ അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രം കേസെടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ വളരെ ലളിതമായിട്ട് പറയാം, UAE കോൺസുലേറ്റിലേക്കാണല്ലോ ഈ റെഡ് ക്രസന്റ് പൈസ കൊടുത്തത്. UAE കോൺസുലേറ്റ് ആണല്ലോ യൂണിടാക്കിന് കൊടുത്തത്. MLA കൊടുത്ത പരാതിയിലും അങ്ങനെ തന്നെയാണ്. നേരിട്ട് യൂണിടാക്കിന് പൈസ കൊടുത്തു എന്നാണ്, സർക്കാർ വാങ്ങിയെന്നല്ല. സർക്കാർ യൂണിടാക്കിന് കൊടുത്തു എന്ന് കേസേ ഇല്ല, പരാതിയേ ഇല്ല. നേരിട്ട് യൂണിടാക്കിന് കൊടുത്തു എന്നതാണ്. യൂണിടാക്ക് ഈ വീട് വെച്ച് കൊടുക്കുന്നതിന്, ഫ്ലാറ്റ് വെച്ച് കൊടുക്കുന്നതിനാണ് ആ പൈസ കൊടുത്തിട്ടുള്ളത്. ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. UAE കോൺസുലേറ്റിലേക്ക് മേശയും കസേരയും വാങ്ങി. മേശയും കസേരയും വാങ്ങുന്നതിന് ഏതെങ്കിലും ഒരു ഫർണിച്ചർ ഷോപ്പുകാരൻ ടെൻഡർ കൊടുത്തു, അത് അംഗീകരിച്ചു, അയാൾക്ക് അതിന്റെ വില കൊടുത്തു. അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആവുമോ അതോ അയാൾ കൊടുക്കുന്ന സാധനത്തിന്റെ ചരക്കിന്റെ വിലയായിരിക്കുമോ? അതുപോലെയാണ്, ഇതൊരു സേവനത്തിന്റെ വിലയാണ്. അതിന് കൊടുത്ത അതിന്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ എം പി രാജേഷ്, എനിക്കൊരു മറുചോദ്യം. ഒരു സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിനോ ഈ കൗൺസിലേറ്റിൽ നിന്ന് കുറച്ച് കസേര വാങ്ങാനുള്ള ഉത്തരവിട്ടു. ആ കസേര വാങ്ങാനുള്ള സഹായം കൊടുക്കുന്നു. അത് കോൺട്രിബ്യൂഷൻ ആണല്ലോ സ്വാഭാവികമായും. ആ കോൺട്രിബ്യൂഷന്റെ കണക്ക് FCRIയുടെ ചട്ടത്തെ തുടർന്ന് പറയുന്നുണ്ട്. 25,000 രൂപയിൽ കൂടുതലുള്ള അത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് സ്വീകരിക്കുക സാധ്യമല്ല. ഇത് സർക്കാരിനറിയാം. ഇത് സർക്കാരിനറിയാമായിരുന്നിട്ടാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ സർക്കാരും റെഡ് ക്രസന്റും തമ്മിൽ ഒപ്പിട്ടിട്ട് ഈ ഫോറിൻ എയ്ഡ് വാങ്ങുന്നത്. ഈ ഫോറിൻ എയ്ഡ് എവിടെയാണ് കിടക്കുന്നത്? ദ പ്രൊവിഷൻ ഓഫ് അസിസ്റ്റൻസ് ടു ദ വിക്ടിംസ് ഓഫ് കേരള, ഇറ്റ്സ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അത് കോൺട്രിബ്യൂഷനാണ്. എങ്ങനെ? ഈ ഫ്ലഡ് വിക്ടിംസിനുള്ള കോൺട്രിബ്യൂഷൻ ആര് തരുന്നു? റെഡ് ക്രസന്റ് തരുന്നു. അതാണെന്ന് ഹൈക്കോടതി ചോദിച്ചത്. യൂണിടാക്കിന് പൈസ വന്നത് കെട്ടിടം നിർമ്മിക്കാനാണ്, സമ്മതിച്ചു. പക്ഷേ യൂണിടാക്കിന് എങ്ങനെയാണ് ആ പൈസ വന്നത്? അത് സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ് ഈ മെമ്മോറാണ്ടം. ഈ മെമ്മോറാണ്ടമാണെന്ന് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും സർക്കാരിന്റെ ആവശ്യം നിരാകരിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ അല്ല എന്ന് വ്യാഖ്യാനിച്ചാൽ ഈ മെമ്മോറാണ്ടത്തിന് മുന്നിൽ അത് വില പോവില്ല. ഇനി അല്ല, അതാണ് വാദമെങ്കിൽ ഞാൻ പറയാം, സെക്ഷൻ 3 തന്നെ സർക്കാർ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് കാണണം. ഇനി അതും പോരെങ്കിൽ ജനുവരി 30, 2020 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനമുണ്ട്. ആ വിജ്ഞാപനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരമായ ഉത്തരവിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഏജൻസികൾ, സംഘടനകൾ FCRIയുടെ പരിധിയിൽ വരില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, CAG ഓഡിറ്റിന് വിധേയമാവണം എന്നാണ്. അപ്പൊ സർക്കാർ ഒന്നാമത് സർക്കാർ വാങ്ങിയിട്ടില്ല, സർക്കാർ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. സർക്കാർ ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ്. സർക്കാർ CAG ഓഡിറ്റിന് വിധേയമാണല്ലോ. അല്ലല്ല, അവിടെ ഒരു അപകടമുണ്ട് എം പി രാജേഷ്. കാരണം സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു. എന്നിട്ട് സർക്കാർ CAG ഓഡിറ്റ് ചെയ്യുന്ന ഏജൻസികൾ വാങ്ങുന്നത് FCRIയുടെ പരിധിയിൽ വരുന്നില്ല എന്നും പറയുന്നു. ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഇവിടുത്തെ വാദം അതേ അല്ല. സർക്കാരിന്റെ കൺകറൻസോട് കൂടി, അനിലക്കരയുടെ പരാതി ഇങ്ങനെയാണ്, കേരള സർക്കാരിന്റെ കൺകറൻസോട് കൂടി യൂണിടാക്കിന് റെഡ് ക്രസന്റിന് വേണ്ടി UAE കോൺസുലേറ്റ് ഈ 1 കോടി UAE ദിർഹം നൽകിയിട്ടുണ്ട്. അത് FCRIയുടെ ലംഘനമാണ്. കാരണം സർക്കാരിന്റെ കൺകറൻസ് ഉണ്ട്. ഇത് കോൺട്രിബ്യൂഷന്റെ പരിധിയായി സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്ന എഗ്രിമെന്റിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം വിവാദമാകുന്നത് എവിടെയാണ്? ഈ സ്വപ്ന സുരേഷും ഈ PR ശിവശങ്കറും വരികയും കമ്മീഷന്റെ കാര്യം അങ്ങയുടെ പാർട്ടിയുടെ തന്നെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ മാധ്യമോപദേഷ്ടാവും ഈ ധനമന്ത്രിയും സാക്ഷ്യപ്പെടുത്തുന്നത് കൂടെയാണ്. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അനിലക്കരയ്ക്ക് സംശയം തോന്നുന്നതും. അവിടെയാണ് അനിലക്കരയുടെ പരാതി വരുന്നത്. നൂലാമാലകളിൽ പെടുത്താനല്ല. ഞാൻ അങ്ങയിലേക്ക് വരാം മറുപടി പറയേണ്ട ഘട്ടത്തിൽ. ഇനി എനിക്ക് VV രാജേഷിലേക്ക് കൂടി ഒന്ന് പോകണം ഈ ഘട്ടത്തിൽ. VV രാജേഷ്, MP രാജേഷും ഇന്ന് സർക്കാരും പറയുന്നത് ഇത് FCRAയുടെ ചട്ടലംഘനമായി നിങ്ങൾക്ക് ഉൾപ്പെടുത്താനേ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മുൻപിലുണ്ടായിരുന്ന FCRAയുടെ ചട്ടത്തിൽ തന്നെ പറയുന്നത് പ്രകാരം ഇത് എക്സംപ്റ്റഡ് കാറ്റഗറിയാണ്. ഇങ്ങനെ ഒരു കാറ്റഗറി ഉൾപ്പെടുത്താൻ കഴിയില്ല. കോൺട്രിബ്യൂഷൻ അല്ല, നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പ്രതിഫലം കൊടുക്കുന്നു. അതെങ്ങനെ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുമെന്നാണ് ചോദിക്കുന്നത് VV രാജേഷ്. അരുൺ, പണത്തിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 11/7/2020 മുഖ്യമന്ത്രി 11/7 മുഖ്യമന്ത്രി UAE പോയി അവിടെ MOU ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒപ്പിട്ടിരിക്കുന്ന റെഡ് ക്രസൻറ്റുമായി ഒപ്പിട്ട് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു രേഖ ആരംഭിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്. അവിടെ കേരള ഗവൺമെൻറ്റാണ് റെഡ് ക്രസൻറ്റുമായി ഒപ്പിട്ട്, അതായത് ലൈഫ് മിഷനാണ് കേരള ഗവൺമെൻറ്റിന് ഒപ്പിട്ടിരിക്കുന്നത്. അവിടെ ആരംഭിക്കുകയല്ലേ സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. അങ്ങനെ പറയുമ്പോഴേക്കും രാജേഷ് ഏത് തരത്തിലുള്ള അടിസ്ഥാനരഹിതമാണ് രാജേഷ് ഉന്നയിക്കുന്നത്, വാദമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ലൈഫ് മിഷൻ ഇല്ലാതെ റെഡ് ക്രസൻറ്റ് ഇല്ല, ലൈഫ് മിഷൻ ഇല്ലാതെ യൂണിടെക് ഇല്ല. അങ്ങനെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻ്റ് അവിടെ വന്നിരിക്കുന്നു എന്ന് വാദം ശക്തമാവുകയാണ് ചെയ്യുന്നത്. പരാജയപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള വാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ രാജേഷ് പറയാം, രാജേഷേ നമുക്കെല്ലാവർക്കും അറിയാം സെക്ഷൻ 43 പ്രകാരം എന്താണ്, 35 പ്രകാരം എന്താണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇടപാടുകളാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ CBIക്ക് അന്വേഷിക്കാം. 1 കോടി രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള സ്റ്റേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാം. ഇതൊക്കെ തന്നെ പച്ചവെള്ളം പോലെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിലാണ് 1, 2, 3, 5 മാസമെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ സെക്ഷനൊക്കെ വായിച്ച് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമാണ്. മന്ത്രി AC മൊയ്തീൻ, മുഖ്യമന്ത്രി തോമസ് ഐസക്, മാധ്യമ ഉപദേഷ്ടാവ്, ഏറ്റവും ചുരുങ്ങിയ 4 IAS ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരും, ചോദ്യം ചെയ്യപ്പെടലിന് വിധേയരാകും. ഇതിൽ പലരും അഴിമതി കേസിൽ പ്രതിയുമാകും. VV രാജേഷിന്റെ ഒരു സംശയം ഈ ഘട്ടത്തിൽ എന്താണ് BJPക്ക് ഇതിൽ FCRA വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തിന് മുന്നിലേക്ക് വെക്കാനുള്ള ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം? അനിലക്കര വെച്ച പരാതിയെ തന്നെയാണോ BJP പിന്തുണയ്ക്കുന്നത്? സർക്കാരിന്റെ അറിവോടെ യൂണിടാക്ക് UAE കൗൺസിലേറ്റിൽ നിന്നും റെഡ് ക്രസന്റിനു വേണ്ടി 1 കോടി UAE ദിർഹം വാങ്ങി. ഇതിലൊരു FCRA ലംഘനമുണ്ട്. ഇതാണോ BJPയുടെയും വാദം? അല്ല അരുൺ, അങ്ങനെ ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം രാഷ്ട്രീയമായി അങ്ങ് ചോദിച്ചതിലുള്ള ഒരു കൗശലം എല്ലാവർക്കും മനസ്സിലാകുന്നു. അനിലക്കര പറഞ്ഞു ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത് VV രാജേഷ് അനിലക്കരയുടെ ഈ ആരോപണത്തിന്മേലാണ്, അനിലക്കരയുടെ ഈ പരാതിയിലാണ്. ഈ പരാതിയെ BJP പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അതല്ല മറ്റെന്തെങ്കിലും ആണോ നിങ്ങളുടെ മുന്നിലുള്ള വാദം? ഇങ്ങനെയല്ല, ഈ FCRA ലംഘനം നടന്നിരിക്കുന്നത് ലൈഫ് മിഷൻ ഇതിന്റെ പങ്കുപറ്റി, UV ജോസ് പങ്കുപറ്റി, സ്വപ്ന സുരേഷിന് കാശ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ഇങ്ങനെ എന്തെങ്കിലും സമർത്ഥിക്കാൻ BJPക്ക് കഴിയുന്നുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് പരാതി കൊടുത്ത ആരാണെന്നോ പരാതി കൊടുത്ത ആളിൻ്റെ രാഷ്ട്രീയമോ അതൊന്നുമല്ല. ഇവിടെ നടന്നിട്ടുള്ള അഴിമതി എന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുത FCRAയുടെ ലംഘനം നടന്നിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. അരുൺ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ആരും പരാതി കൊടുത്തിട്ടില്ലാത്ത വരാൻ പോകുന്ന ദിവസങ്ങളിൽ അന്വേഷണ പരിധിയിൽ വരാനിടയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞു, അരുണിൻ്റെ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതായത് ഒരു 750 കോടി രൂപ പ്രളയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു, കിട്ടിയില്ല, കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അന്ന് ഇത് നിയമവിധേയമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതിലിടപെട്ടില്ല, അതിന് അനുവാദവും കൊടുത്തില്ല. പക്ഷേ അതിൽ അനുവാദമില്ലാതെ ഒരു 200-250 കോടി രൂപ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ 200-250 കോടി രൂപ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഏതൊക്കെ തലങ്ങളിലാണ് ചെലവാക്കിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴേക്കും നമ്മൾ കണ്ടതൊക്കെ തന്നെ ഇളം കാറ്റ്, വരാൻ പോകുന്നത് കൊടുങ്കാറ്റ് എന്നുള്ള നിലയ്ക്കായിരിക്കും അന്വേഷണം ഡെവലപ്പാൻ പോകാൻ പോകുന്നത്. ശരി,
കൊടുങ്കാറ്റിലും പ്രളയത്തിലും ഒക്കെയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ്. അതിലേക്ക് വരാം. എം പി രാജേഷ്, ഇപ്പോൾ ഈ വി വി രാജേഷ് പറയുന്നത് പോലെ ഇതിലൊരു പ്രശ്നം ഇടപെട്ടിരിക്കുന്നു, അതുകൊണ്ട് BJPയും ഈ കേസിനെ പിന്തുണയ്ക്കുന്നു. അല്ലാതെ അനിൽ അക്കര എന്ന വ്യക്തിയെ നോക്കിയല്ല ഈ കേസിൽ CBI അന്വേഷണം തുടരട്ടെ എന്ന BJPയുടെ നിലപാടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു കേസുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല സ്റ്റേ അനുവദിക്കാത്തത്. സമാനമായ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്പ്രിംഗ്ലർ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. സ്പ്രിംഗ്ലർ വിഷയത്തിൽ അന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പ്രതിപക്ഷത്തിന് സ്റ്റേ കിട്ടിയിരുന്നുവെങ്കിൽ അത് തിരിച്ചടിയായി കണക്കാക്കാമായിരുന്നുവെന്നാണ് സ്പ്രിംഗ്ലർ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് സമാനമായ വിഷയമാണ്. സ്റ്റേ കിട്ടിയില്ല, ഇവിടെ സ്റ്റേ അനുവദിച്ചില്ല, അതുകൊണ്ടത് തിരിച്ചടിയായി അന്നത്തെ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കും. ഈ പറഞ്ഞ രണ്ടുപേരും ഉന്നയിക്കുന്ന ചോദ്യം എന്ന നിലയിലാണ് അരുൺ ഇതെന്നോട് ആവർത്തിക്കുന്നെങ്കിൽ എനിക്ക് പരാതിയില്ല. അല്ലെങ്കിൽ അരുണിനെ പോലെ സാമാന്യ നിയമപരിജ്ഞാനമൊക്കെയുള്ള കോമൺ സെൻസ് നന്നായിട്ടുള്ള ഒരു അവതാരകൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് എത്ര പരിഹാസ്യമാണ് എന്ന് അത്ഭുതപ്പെടും ഞാൻ. അല്ലെങ്കിൽ താങ്കൾ മറ്റു കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിർബന്ധിതനാവുന്നതാണ്, താങ്കളെ തന്നെ പരിഹാസ്യനാക്കുന്ന. കാരണം ഞാനിതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. മെറിറ്റിലേക്ക് കടക്കുന്നത് അടുത്ത വ്യാഴാഴ്ചയല്ലേ കേസ് വെച്ചിട്ടുള്ളത്, അന്നാണല്ലോ കോടതി. എന്റെ ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, ആരുടെയെങ്കിലും വാദം ഇന്ന് കേട്ടോ? ഇതിലെ ബന്ധപ്പെട്ട കക്ഷികളുടെ ആരുടെയും വാദം കേട്ടിട്ടില്ലല്ലോ. കോടതി മെറിറ്റിലേക്ക് കടക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റേ കൊടുത്തില്ല, തിരിച്ചടിയാണ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ സർക്കാർ. അതൊരു സാധാരണ സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കേസ് സ്റ്റേ കൊടുക്കുക. വാദം കേട്ടാലല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ കൊടുത്തൊരു പെറ്റീഷൻ കോടതി വായിച്ച് ഒരു തീർപ്പ് മറ്റാരുടെയും ഭാഗം കേൾക്കാതെ ഇന്ന് നൽകാനാവുമോ? കുട്ടികൾ ചോദിക്കുന്നത് പോലെ കുട്ടികൾ അതൊക്കെ നിയമപരമായ ഒരു നടപടിക്രമം മാത്രമാണ്. നിയമപരമായ നടപടിക്രമത്തെ കോടതി ഈ ഇടക്കാല സ്റ്റേ അനുവദിച്ചില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമാണ്. അങ്ങേക്ക് മറുപടി പറയാം. നേരത്തെ വി വി രാജേഷ് ഉന്നയിച്ച ചോദ്യത്തിന് കൂടി മറുപടി. നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്തിട്ടുള്ള കേസിൽ ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിലും ജാമ്യാപേക്ഷ കൊടുക്കുമല്ലോ. അപ്പൊ അതൊക്കെ സാധാരണ നിയമപരമായിട്ടുള്ള നടപടിക്രമമാണ്. ഞാനിനി ഇവിടെ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. BJPയുടെ പ്രതിനിധി പറഞ്ഞത് എന്താണെന്നറിയോ? വെറുതെ സെക്ഷനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. വെറുതെ സെക്ഷൻ FCRA നിലനിൽക്കില്ല എന്ന് FCRA സെക്ഷൻ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. വെറുതെ സെക്ഷനൊക്കെ വാദിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ ആരാണ് വെറുതെ വാദിക്കുന്നത്? നിങ്ങളാണ്. ഞാൻ സെക്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. FCRA സെക്ഷൻ 3 സെക്ഷൻ 2H എക്സ്പ്ലനേഷൻ 2H എക്സ്പ്ലനേഷൻ ചുരുക്കി ഞാൻ പറയാം. വളരെ നീണ്ട എക്സ്പ്ലനേഷൻ ആണ്. എന്താണ്? സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ചെലവിനത്തിൽ പണം കൈപ്പറ്റുന്നത് FCRAയുടെ പരിധിയിൽ വരില്ല എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം അതാണ്. പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ പറയാണ്. ആ നീണ്ട നിയമപരമായ എക്സ്പ്ലനേഷൻ ഞാനിവിടെ വായിക്കുന്നില്ല. അല്ലെങ്കിൽ അരുണ് തിരുത്തണം. എക്സ്പ്ലനേഷൻ 2H അങ്ങനെയാണോ? അല്ല, എക്സ്പ്ലനേഷൻ 2H3 ആണ് അങ്ങ് പറയുന്നത്. 2Hന്റെ മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ ആണ് അങ്ങ് ഇപ്പോൾ പറയുന്നത്. അതെ, മൂന്നാമത്തെ 2H3 അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വാദമെന്നേ. നിങ്ങളുടെ വാദം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടി വെറുതെ സെക്ഷനൊക്കെ പറയുന്നു എന്നാണ്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ പോപ്പുലർ ഫൈനാൻസിന്റെ കാര്യം. അതാണ് എന്റെയും ഞാനും പറയുന്നത്. 3000 കോടിയുടെ തട്ടിപ്പ് നടന്ന കേസാണ്. CBIക്ക് വിട്ടു. 4000 പേരുടെ പരാതി വന്നു. FIR ഇട്ടിട്ടുണ്ടോ ഇതുവരെ? അരുൺ പറയൂ, FIR ഇട്ടിട്ടുണ്ടോ? അപ്പൊ അത് CBIയുടെ മുൻഗണനയിൽ വരുന്നില്ല. 140 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു സഹായത്തിന്റെ ചട്ടലംഘനത്തിൽ തലേന്ന് പരാതി കിട്ടി, പിറ്റേ ദിവസം ചാടി വീഴുന്നു. ഇതൊന്നും അരി കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ രാഷ്ട്രീയമായ ദുഷ്ടലാക്ക് എങ്ങനെയാണ് CBI ഒരു കൂട്ടിലടച്ച തത്തയെ പോലെ തത്തമ്മേ പൂച്ച എന്ന നിലയിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് ഇന്നലെ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞല്ലോ. ഒരു തെളിവും ഹാജരാക്കാനായില്ല എന്ന്. അതുപോലെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. 3000 കോടി തട്ടിപ്പ് നടത്തിയ 4000 പേർ വഞ്ചിക്കപ്പെട്ട കാര്യത്തിൽ FIR ഇല്ലല്ലോ ഇതുവരെ. അത് CBIക്ക് കൊടുത്തതല്ലേ, ഇതുവരെ FIR ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതാ പറഞ്ഞത്, രാഷ്ട്രീയം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. CBIയുടെ ഉദ്ദേശശുദ്ധി എന്നുള്ളത് വട്ടപൂജ്യമാണ്. അങ്ങേയറ്റം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഇവർ തമ്മിലുള്ള കൊല്യൂഷനാണ് രണ്ടു കൂട്ടരും. കോൺഗ്രസ് MLA പരാതി കൊടുത്തത് തന്നെ BJP നേതാക്കളിൽ നിന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്.
അല്ലെങ്കിൽ തലേന്ന് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്ന എങ്ങനെ, പിറ്റേന്ന് എങ്ങനെ കേസ് വരുന്നത്? BJP നേതാക്കളിൽ നിന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ്. ഇത് CBI എന്ന ഏജൻസിയുടെ വിശ്വാസ്യതയെ പരിപൂർണമായിട്ടില്ലാതാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ലാത്തതുകൊണ്ടാണല്ലോ രാജസ്ഥാനും അതുപോലെ ഛത്തീസ്ഗഡിലെയും കോൺഗ്രസ് ഗവൺമെന്റുകൾ അവിടേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞത്, മമതാ ബാനർജി ബംഗാളിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞത്. അതാണല്ലോ ഇന്നലെ ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ കോടതിയും പറഞ്ഞത്. നെഗറ്റീവ് പോലും ഹാജരാക്കിയില്ല ഫോട്ടോയുടെ CBI എന്ന് പറഞ്ഞില്ലേ? ആ CBI ഇവിടെ കടന്ന് ചാടി വീഴുകയാണ്. എന്താണ് ഉദ്ദേശം? ആരാണ് CBIയുടെ റിമോട്ട് ആരുടെ കയ്യിലാണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അപ്പോ അതിനെ ഞാൻ നിയമപരമായിട്ടാണ് ഇവിടെ ഖണ്ഡിക്കുന്നത്, നിയമപരമായിട്ടാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത്. ആ രാഷ്ട്രീയ ഉദ്ദേശത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി കൂടിയാണ് സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. MBR ചോദ്യത്തിനുള്ള മറുപടിയും ഈ വാദത്തിനുള്ള മറുപടിയും ശബരിനാഥൻ നൽകും. വളരെ പെട്ടെന്ന് ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഹൈക്കോടതിയിൽ സർക്കാർ ആവശ്യപ്പെട്ടത് CBI ലൈഫ് മിഷനിൽ നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ വേണമെന്നാണ്. എന്നാൽ ഇടക്കാല സ്റ്റേ അനുവദിച്ചില്ല ഹൈക്കോടതി. കൂടുതലായി വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, കൂടുതലായി പരിശോധനകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു വ്യാഴാഴ്ചത്തേക്ക്. നമ്മൾ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് എത്രമാത്രം രാഷ്ട്രീയ പ്രേരിതമാണ് നിയമങ്ങൾക്കപ്പുറത്ത് CBI കേസ് അന്വേഷണം ഏറ്റെടുത്തത് എന്നാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നു. ലൈഫ് മിഷനിലെ CBI അന്വേഷണത്തെ ഹൈക്കോടതിയിൽ ഇടക്കാല സ്റ്റേക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും സർക്കാരിന് ലഭിക്കാഞ്ഞത് തിരിച്ചടിയായില്ലേ എന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറഞ്ഞത്, നിയമപരമായി നിലനിൽക്കാത്ത ഒരു അന്വേഷണത്തെ അങ്ങനെ നിയമോപദേശം ലഭിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ്. ഞാൻ ശബരിനാഥിൽ നിന്ന് തുടങ്ങുന്നു. ശബരിനാഥ്, നേരത്തെ MP രാജേഷ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നത് കോടതിയിൽ സമർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് കോടതിയിലേക്ക് പോകുന്നത്. പോപ്പുലർ ഫിനാൻസിന്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞതിനും കൗണ്ടർ പറഞ്ഞു MP രാജേഷ്. 4000 പേർ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ, അത്രയും അധികം FIRകൾ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ ഇതുവരെ CBI അന്വേഷണം തുടങ്ങിയിട്ടില്ല. പക്ഷേ അനിലക്കരെ പോയി രാവിലെ ഒന്ന് മുഖതാവിൽ ഒരു കാര്യം പറഞ്ഞു, വിദേശ സഹായ നിയമചട്ടം ലംഘിച്ചിരിക്കുന്നു, CBIക്ക് അത് പരിഭ്രാന്തിയായി കേസിട്ടു. ഇവിടെയാണ് തിടുക്കം കമ്പാരിറ്റീവ്ലി എവിടെ കാണിച്ചു എന്ന ചോദ്യം ഉണ്ടാവുന്നത്, രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന സംശയം ഉണ്ടാവുന്നത്, 140 ഭൂരഹിതരായ ആളുകളുടെ കണ്ണീരിനിടയാകുന്നത് എന്നതാണ് വാദം. ശബരിനാഥ്. അതെ, ആദ്യം അതിലേക്കുള്ള മറുപടിയിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പുള്ള സെഗ്മെന്റിൽ കാരാട്ട് റസാഖും കാരാട്ട് ഫൈസലും ബന്ധുക്കളല്ല, ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞതിന് ഞാനത് അംഗീകരിക്കുന്നു. അവരെന്താ പറയാ, അവര് ജ്യേഷ്ഠാനുജന്മാരാണ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇവരടുത്ത ബന്ധുക്കളാണ് എന്ന് മാത്രമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊടുവള്ളിയിൽ കിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ചെയർമാൻ, ഡയറക്ടർ ബോർഡ്, കൊടുവള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻ PTA റഹീം നിങ്ങളുടെ MLA ആണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാരാട്ട് ഫൈസൽ നിങ്ങളുടെ LDF അനുഭാവിയായിട്ടുള്ള കൊടുവള്ളി നഗരസഭ അംഗമാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ MLA ചെയർമാൻ ആയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ന് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് CPM-ന്, അത് ശ്രീ കാരാട്ട് റസാഖ് ആവട്ടെ, ശ്രീ കാരാട്ട് ഫൈസൽ ആവട്ടെ, അല്ലെങ്കിൽ PTA റഹീം ആവട്ടെ, അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല. പക്ഷെ അതിന് മറുപടി MP രാജേഷ് ചോദിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഏത് കേസിലാണ്? 3 കോടി രൂപ ഈ FCIയുടെ ഉദ്യോഗസ്ഥനാണെന്നും FCIയിൽ അംഗമാകാൻ താൻ കൊടുത്ത പരാതിയിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് നേരിട്ട്. ആര്യാടൻ ഷൗക്കത്തിന്റെ മകനും ഇതേപോലെ നഗരസഭയുടെ അധ്യക്ഷനുമായിരുന്ന ഒരാൾ. നമ്പർ 2, ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിൽ എത്ര കോടി രൂപയുടെ കേസാണ് ED എടുത്തിരിക്കുന്നത്? അതെ, അതിലേക്ക് ഞാൻ വരാം. ആര്യാടൻ ഷൗക്കത്ത് ആ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. നിലമ്പൂരിലെ സിബി വലയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സ്പോൺസർ ചെയ്ത പരിപാടികളുടെ വിശദാംശങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് കോഴിക്കോട് വിളിപ്പിച്ചു, വിവരങ്ങൾ നൽകി മടങ്ങി. അല്ലാതെ നിങ്ങളുടെ മന്ത്രിയെ പോലെ രാവിലെ 3 മണിക്ക് എണീറ്റ് 5 മണിക്ക് അവിടെ കൊച്ചിയിലെ ED പോയിരുന്നില്ല. അല്ലെങ്കിൽ രക്തബന്ധമുള്ള പാർട്ടി സെക്രട്ടറിയുടെ രക്തബന്ധമുള്ള മകനെ പോലെ 10 മണിക്കൂർ ചോദ്യം ചെയ്തില്ല. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ തന്നെ അതിന്റെ വിശദങ്ങൾ അറിഞ്ഞു. ഇനി അതിന്റെ ബന്ധപ്പെട്ട് ഇനി മറ്റാരെയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. ആ വിഷയം അതിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണ പരത്തൽ ഇപ്പോൾ ശ്രീ MP രാജേഷ് നടത്തി. അദ്ദേഹം ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ മേശയും കസേരയും വാങ്ങിക്കുന്നത് പോലെ മേശയും കസേരയും വാങ്ങിക്കാൻ റെഡ് ക്രോസിന്റെ പണം തരിക പോലെയാണ് ഒരു ബിൽഡിംഗ് കിട്ടുന്നുള്ള കാര്യം പറഞ്ഞു. എന്ത് അസംബന്ധമാണ്. ഞാൻ ഡോക്ടർ അരുണോട് ചോദിക്കുകയാണ്, നമ്മൾ ഒരു വീട്ടിൽ ഒരു പുതിയ റൂം പണിയണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോർ പ്ലാൻ നമ്മൾ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ കാണിച്ച് അംഗീകരിക്കാതെ ഒരു വീട്ടിന്റെ വർക്ക് പോലും കാര്യങ്ങൾ നടക്കത്തില്ല.
ലൈഫ് പദ്ധതിയിൽ ഒരു വീട് വെക്കണമെങ്കിൽ അതിന് നമ്പർ ഇടാനും മറ്റു കാര്യങ്ങൾക്കും പഞ്ചായത്തിന്റെയൊക്കെ അനുമതി നമുക്ക് വേണം, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റി അനുമതി വേണം. അപ്പോൾ ഇത്രയും വലിയ ഒരു പദ്ധതിയായിട്ട് സർക്കാരിന് യാതൊരു ബന്ധവുമില്ല, ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധം പോലും ഇല്ല എന്നാണ് ഈ ഒരു ഹർജിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്ത് അസംബന്ധമാണ് അതിൽ. രണ്ടാമത്തെ ഏറ്റവും അപകടപ്പെട്ട കാര്യം, ഈ സെക്ഷൻ 3 എന്ന് പറഞ്ഞ് ശ്രീ രാജേഷ് വാദിക്കുമ്പോൾ ഞാനത് ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ഈ സർക്കാരിന്റെ വാദത്തിൽ പറഞ്ഞിരിക്കുന്നത് യൂണിടാക്കും സെയിൻ വെഞ്ചേഴ്സിനും ഇതിൽ യാതൊരു തരത്തിലുള്ള FCRA വയലേഷൻ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അഥവാ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ കാരണം അവർക്ക് വിഷയം ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമല്ലേ, ഇതിൽ യൂണിടാക്കിനും സെയിൻ വെഞ്ചേഴ്സിനും വേണ്ടിയാണ് സർക്കാർ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അനിൽ അക്കരയുടെ നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ഡോക്ടർ അരുണും ഒക്കെ ഉണ്ടായിരുന്ന ആ ചർച്ചയിൽ ഡിസ്കസ് ചെയ്ത അനിൽ അക്കരയുടെ വിവരാവകാശ നിയമത്തിൽ സർക്കാരിനോട് ചോദിച്ചു, ഹെൽത്ത് സെന്റർ, അതിലെ ചോദ്യമാണ്, ഹെൽത്ത് സെന്റർ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് അനുമതിയോ അംഗീകാരമോ ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രസ്തുത രേഖയുടെ പകർപ്പ് വേണമെന്ന് പറഞ്ഞു. അതിന് മറുപടിയായി സർക്കാർ പറഞ്ഞത് ഈ വിവരം ലൈഫ് മിഷന് ലഭിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഹെൽത്ത് സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് 5 കോടി രൂപയുടെ പദ്ധതിയിൽ സെയിൻ വെഞ്ചേഴ്സ് എന്ന കമ്പനിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വിവരാവകാശ രേഖയിൽ കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് സെയിൻ വെഞ്ചേഴ്സിനെ കുറിച്ച് സർക്കാരിന് ഒരു ബന്ധവുമില്ല, ലൈഫ് മിഷന് ഒരു അഗ്രിമെന്റും ഇല്ല എന്ന് പറയുമ്പോൾ അതേ സെയിൻ വെഞ്ചേഴ്സിന് FCRA വഴി വയലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അഫിഡവിറ്റിൽ പറഞ്ഞേക്കുകയാണ്. അതേ സെയിൻ വെഞ്ചേഴ്സിന്റെ പേര് ഞാൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ സെയിൻ വെഞ്ചേഴ്സ് എന്ന കമ്പനിയാണ് ഇവിടെ ആശുപത്രി ഉണ്ടാക്കുന്നതെന്നുള്ളത് കേരള സർക്കാരിന് വേണ്ടി പോയ ഗവൺമെന്റ് ലീഡറിനും ശ്രീ MP രാജേഷിനും എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അറിയാവുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ അഫിഡവിറ്റിൽ സെയിൻ വെഞ്ചേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ രേഖ വേണം. ലൈഫ് മിഷന്റെ കയ്യിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കയ്യിൽ സെയിൻ വെഞ്ചേഴ്സ് ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നുള്ള രേഖയില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു സാധാരണ ഒരു ചോദ്യമാണ്. 2 ദിവസങ്ങൾക്ക് ഒരു പത്രവാർത്ത വന്നു. യൂണിടാക് എന്ന് പറഞ്ഞ നിങ്ങൾ പറയുന്ന 140 വീട് ഉണ്ടാക്കുന്ന ആ കമ്പനി ലൈഫ് മിഷന് ഒരു കത്ത് കൊടുത്തു, നമ്മൾ തൽക്കാലത്തേക്ക് വർക്ക് നിർത്തിവെക്കുകയാണ്. അപ്പൊ കേരള സർക്കാരുമായിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധം പോലും ഈ കമ്പനിക്കില്ലെങ്കിൽ എന്തുകൊണ്ട് ലൈഫ് മിഷൻ സിഇഒയ്ക്ക് യൂണിടാക് കത്ത് കൊടുത്തു, നമ്മൾ വർക്ക് നിർത്തിയിട്ടേക്കാം? ഏറ്റവും വലിയ ഒബ്ലിഗേഷൻ നിങ്ങൾ That's a very complicated question. അതിന് MP രാജേഷ് ഉത്തരം പറയട്ടെ. MP രാജേഷ്, പേജ് നമ്പർ 20 13ാമത്തെ അനക്ഷന്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഹർജിയിൽ പറയുന്നു, സെയിൻ വെഞ്ചേഴ്സും യൂണിടാക്കും നിരോധിക്കപ്പെട്ട സംഘടനകളല്ല എന്ന് പറയുകയാണ്. ഈ സർക്കാരിന് ഈ സെയിൻ വെഞ്ചേഴ്സിന്റെ പേര് എവിടെ നിന്ന് കിട്ടി എന്നാണ് ഈ അനിലക്കര ചോദിച്ചിരിക്കുന്നത്. ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരെയാണ് ഈ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ചോദ്യം നമ്പർ 4, ഹെൽത്ത് സെന്ററിന്റെ നിർമ്മാണ ചുമതല ഏത് ഏജൻസിക്കാണ്? അതിന്റെ ഉത്തരം, ഈ വിവരം ലൈഫ് മിഷനിൽ ലഭ്യമല്ല. അപ്പോൾ ലൈഫ് മിഷനിൽ ഇല്ല ഈ സെയിൻ വെഞ്ചേഴ്സ് സർക്കാരിന്റെ കണക്ക് പുസ്തകത്തിലേ ഇല്ല. പക്ഷേ കോടതിയിൽ ആ സെയിൻ വെഞ്ചേഴ്സിന് വേണ്ടി സർക്കാർ വാദിക്കുന്നു. ഇതാണ് ശബരിനാഥ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സെയിന്റ് വെഞ്ചേഴ്സും യൂണിടാക്കും സർക്കാർ ഏൽപ്പിച്ച കമ്പനികളല്ല എന്നാണല്ലോ നമ്മൾ ഇത്രയും കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ നിശ്ചയിച്ചത് ആരാണ്? റെഡ് ക്രസന്റിന് വേണ്ടി UAE കോൺസുലേറ്റ്, റെഡ് ക്രസന്റിന്റെ പ്രതിനിധിയായ UAE കോൺസുലേറ്റ് ആണ് ഈ 2 കമ്പനികളെ ഏൽപ്പിച്ചത്, ഫ്ലാറ്റ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ ലൈഫ് മിഷനാണ് RTI ചോദ്യത്തിനുള്ള മറുപടി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷൻ സർക്കാർ ഇവിടെ കോടതിയുടെ മുമ്പാകെ സർക്കാരിന്റെ കയ്യിലുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാരല്ല ഇവർക്ക് കരാർ കൊടുത്തിട്ടുള്ളത്, UAE കോൺസുലേറ്റ് ആണ് കരാർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സർക്കാരും റെഡ് ക്രസന്റും തമ്മിലുള്ള കരാറുണ്ടല്ലോ, ആ ധാരണാപത്രം ഉണ്ടല്ലോ, ആ ധാരണാപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരൊറ്റ മിനിറ്റ്, ഞാനിപ്പോൾ അത് വായിക്കാം. വളരെ വ്യക്തമായി അതിൻ്റെ ആർട്ടിക്കിൾ 6 വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻഡിപെൻഡൻസ് ഓഫ് ബോത്ത് പാർട്ടീസ് അല്ലേ, അത് ഞാൻ വായിക്കാം. എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദ ജോയിന്റ് പ്രോജക്ട്, each party shall keep its independence and freedom to contract with a third party. മൂന്നാമത്തെ ഒരു പാർട്ടിയുമായിട്ട് കോൺട്രാക്ട് വെക്കാൻ ഇരു മുന്നണിക്കും ഇരു കക്ഷികൾക്കും ഒരുപാട് തീർന്നില്ല.
തീർന്നില്ല, ഒരു വാചകം കൂടി. Besides, each Besides- party will not be responsible for the besides- other party's actions and behaviors എന്നാണ് ആർട്ടിക്കിൾ 6 ഓഫ് MOU പറയുന്നത്. ആ ഡോക്ടർ അരുൺ ഒരു ചോദ്യം. അത് ആർട്ടിക്കിൾ 6 MOU-ൽ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതനുസരിച്ചാണ് കോൺസുലേറ്റ്, റെഡ് ക്രസന്റിനെ പ്രതിനിധീകരിക്കുന്ന കോൺസുലേറ്റ് ബാക്കി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കോൺസുലേറ്റിന് ആ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഈ MOU ഉറപ്പു നൽകുന്നുണ്ട്. MOU-ന്റെ ആർട്ടിക്കിൾ 6 പ്രകാരമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം കോൺസുലേറ്റിനുണ്ട്. കോൺസുലേറ്റിന്റെ നടപടികളിൽ ഈ സർക്കാരിന്റെ നടപടികളിൽ കോൺസുലേറ്റിനോ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല എന്നും ഇവിടെ കൃത്യമായി തന്നെ ശബരിനാഥ് കൈ ഉയർത്തുന്നു. ഞാൻ ഒന്ന് ശബരിനാഥിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. MP രാജേഷ്. ശബരിനാഥ്. ഡോക്ടർ അരുൺ, ഇത് ശ്രീ രാജേഷും അങ്ങ് പറഞ്ഞതിന് എനിക്ക് അതിനകത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞു റെഡ് ക്രസന്റ് അല്ല UAE കോൺസുലേറ്റ് ആണ് ഈ പറഞ്ഞ യൂണിടാക്കിനെയും സെയിനെയും വെച്ച് തന്നത്. കേരള സർക്കാർ ലൈഫ് മിഷൻ ഈ ഒരു മദർ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ റെഡ് ക്രസന്റ് അതോറിറ്റിയും ഗവൺമെന്റ് ഓഫ് കേരളയും തമ്മിലാണ്. റെഡ് ക്രസന്റ് അതോറിറ്റി അല്ല UAE കോൺസുലേറ്റ്. കേരള സർക്കാരിന് എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ട് കാര്യങ്ങൾ ഈ ധാരണ പ്രകാരം ചെയ്യാൻ പറ്റുന്നത് റെഡ് ക്രസന്റുമായിട്ടാണ്. ഈ രേഖയിൽ ഒരിടത്തും UAE കൗൺസിലേറ്റ് എന്ന് പറയുന്നില്ല. ഇതാണ് എന്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, നിങ്ങൾ തന്നെ ഇപ്പോൾ വായിച്ച ആർട്ടിക്കിൾ 6, ഇൻഡിപെൻഡൻസ് ഓഫ് ബോത്ത് പാർട്ടീസ് എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സ്ക്ലൂഡിംഗ് ദ ജോയിന്റ് പ്രോജക്ട് ഈച്ച് പാർട്ടി ഷാൽ കീപ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം ടു കോൺട്രാക്ട് വിത്ത് ദ തേർഡ് പാർട്ടി. ഒരുമിച്ചുള്ള സംയോജിതമായിട്ടുള്ള പദ്ധതി ചെയ്യുന്ന അവസരത്തിലല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കുവാൻ ഇതിലെ രണ്ട് പാർട്ടികളായ കേരള സർക്കാരിനും ലൈഫ് മിഷനും അതോടൊപ്പം റെഡ് ക്രസന്റിനും പറ്റുമെന്ന് പറയുന്നു. എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ജോയിന്റ് പ്രോജക്ട്. ഇതാണ് എന്റെ വാദം. ഇതൊരു ജോയിന്റ് പ്രോജക്റ്റ് അല്ലേ? സ്ഥലം നൽകുന്നത് കേരള സർക്കാർ, അഗ്രിമെന്റ് അതിനുള്ള പേപ്പറും ബാക്കി റോഡും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് കേരള സർക്കാർ, അതിന്റെ പ്ലാൻ അപ്രൂവ് ചെയ്യുന്നത് കേരള സർക്കാർ. കേരള സർക്കാരാണ് ഇതിൽ റെഡ് ക്രസന്റിന് എഴുതിയിരിക്കുന്നത് യൂണിടാക്ക് പറഞ്ഞിരിക്കുന്ന പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാം. അപ്പോൾ എന്റെ വാദം ഇതൊരു ജോയിന്റ് പ്രോജക്റ്റ് ആണെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 6-ലെ ഇൻഡിപെൻഡൻസ് ഓഫ് ബോത്ത് പാർട്ടീസിലെ ജോയിന്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണിത്. ഇതൊരു ജോയിന്റ് പ്രോജക്റ്റ് ആണ്. കേരള സർക്കാരിന്റെ സ്ഥലത്തിൽ, നമ്മുടെ റവന്യൂ സ്ഥലത്തിൽ, നമ്മുടെ പുറമ്പോക്ക് സ്ഥലത്തിൽ ലൈഫ് മിഷന്റെ അല്ലെങ്കിൽ റെഡ് ക്രസന്റിന്റെ പണം കൊണ്ട് ഇവിടെ പണിയുമ്പോൾ, യൂണിടെക് പണിയുമ്പോൾ ഇത് ജോയിന്റ് പ്രോജക്റ്റ് തന്നെയാണ്. ദിസ് ഇസ് എ ജോയിന്റ് പ്രോജക്റ്റ്. വളരെ ക്ലിയർ അല്ലേ? നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ജോയിന്റ് പ്രോജക്റ്റ് അല്ലേ? സ്ഥലം നമ്മുടെ അല്ലേ? MP രാജേഷ്. അല്ല, ഈ ശബരിനാഥ് എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 6 എന്താ പറഞ്ഞത്? എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദ ജോയിന്റ് പ്രോജക്റ്റ് എന്നാണ്. ഇത് നടപ്പാക്കുന്നതിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ഗുണമേന്മ, ഇത്തരം കാര്യങ്ങളുടെ കാര്യം ഒഴിച്ച് മറ്റു കാര്യത്തിലെല്ലാം അവർക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്. ആരെ നിർമ്മാണ കരാർ ഏൽപ്പിക്കണം? ഈ ശബരിനാഥ് വായിക്കുമ്പോൾ ചില വാക്കുകൾ വിഴുങ്ങുന്നത് എന്തുകൊണ്ടാ? എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദ ജോയിന്റ് പ്രോജക്ട്. ജോയിന്റ് പ്രോജക്റ്റ് അല്ലാതെ പറഞ്ഞത് അത് പകൽ പോലെ കാര്യമല്ലേ? ആരെങ്കിലും വാദിക്കോ ഇത്? അല്ല, ഞാൻ പലതവണ പറഞ്ഞു ഈ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തരുതെന്ന്. തീർത്തിട്ട് അരുണേ, ജോയിന്റ് പ്രോജക്റ്റ് അല്ല എന്ന് എവിടെയെങ്കിലും വാദമുണ്ടോ? അപ്പൊ ഇത് എവിടെയാണ് ഇത് സംയുക്തമാവുന്നത്? സർക്കാരിന്റെ സ്പെസിഫിക്കേഷൻ, ലൈഫ് മിഷന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചായിരിക്കണം. ലൈഫ് മിഷൻ നിർദ്ദേശിച്ച പ്ലാൻ അല്ലെങ്കിൽ അനുവദിക്കുന്ന പ്ലാൻ അനുസരിച്ചായിരിക്കണം. ഗുണമേന്മ മാനദണ്ഡങ്ങൾ ലൈഫ് മിഷൻ നിശ്ചയിക്കും, അത് പാലിക്കണം. അതൊഴിച്ചുള്ള കാര്യങ്ങളിൽ രണ്ട് പാർട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലേ ഈ ആർട്ടിക്കിൾ 6 വായിച്ചാൽ മനസ്സിലാവുക? അല്ലേ? ശബരിനാഥന് മാത്രം എങ്ങനെയാണ് മറിച്ച് മനസ്സിലാവുന്നത്? ശബരിനാഥ്, ഇനി അത് തികച്ചും സാങ്കേതികമായ ഒരു വാദമാണ്. എൻ്റെ ഒരു പ്രശ്നം അതല്ല. നിലവിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന സെക്ഷൻ 6 അല്ലല്ലോ. ഇതിൽ ഈ യൂണിടാക്കിന് എങ്ങനെയാണ് റെഡ് ക്രസന്റ് പൈസ കൊടുക്കുന്നത്, അത് കൗൺസിലേറ്റ് വഴി പൈസ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതാണ് സർക്കാർ പറയുന്നത്. നിലവിൽ യൂണിടാക്ക് ആണെങ്കിലും പൈസ സ്വീകരിച്ച സെയിന്റ് വെഞ്ചേഴ്സ് ആണെങ്കിലും വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ലാത്ത സംഘടനയിൽപ്പെട്ടതല്ല. ആ ആർഗ്യുമെന്റ് കറക്റ്റ് അല്ലേ? ഈ രണ്ടു സംഘടനകളും നിർമ്മാണ കമ്പനികളാണ്. നിർമ്മാണ ഈ കമ്പനികൾക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. അവർ പണം സ്വീകരിച്ചിരിക്കുന്നത്, കോൺസുലേറ്റ് പൈസ കൊടുത്തിരിക്കുന്നത് കോൺസുലേറ്റിന്റെ കൂടെ താല്പര്യമുള്ള ഏജൻസിയായ റെഡ് ക്രസന്റിന് വേണ്ടിയാണ്. വി വി രാജേഷ്.
അരുൺ, റെഡ് ക്രസന്റിന് നേരിട്ട് ഇന്ത്യയിൽ പണം കൊടുക്കുവാനുള്ള അധികാരമില്ല. റെഡ് ക്രസന്റിനെ അങ്ങനെ ഇന്ത്യയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രത്യേകം അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ വന്നതിന് ശേഷം മാത്രമേ പണം മുടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് വേണ്ടല്ലോ. അങ്ങനെ അനുവാദവും കേസ് സിബിഐക്കില്ല, അങ്ങനൊരു കേസില്ല, പരാതിയുമില്ല, അങ്ങനൊരു പരാതിയില്ല. വിദേശ സഹായം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി സ്വീകരിച്ചില്ല എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വാദം. അതല്ല വി രാജേഷ്. ഞാൻ പറയട്ടെ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ അരുൺ, അതായത് റെഡ് ക്രസന്റ് ഇപ്പൊ ഇടുക്കിയിലും വയനാടിലും ഖത്തർ റെഡ് ക്രസന്റ് വീട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള അനുമതി വാങ്ങിയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ, ഈ ഫോർമാലിറ്റീസ് കംപ്ലൈൻ്റ് ആണ്. ഈ കേസുമായി കണക്ട് ചെയ്തല്ല പറഞ്ഞത്. ഇടുക്കിയിലും വയനാട്ടിലും കളക്ടർമാരുടെ കയ്യിൽ നിന്ന് അനുമതി വാങ്ങി എറണാകുളത്ത് ഓഫീസും തുടങ്ങി മുമ്പോട്ട് പോയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ ഫോർമാലിറ്റി കംപ്ലൈൻ്റ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ അതായത് ഖത്തർ റെഡ് ക്രസന്റ് കേരളത്തിൽ 2 ജില്ലകളിൽ വീട് വെച്ചു ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി. അവർ ഡൽഹിയിൽ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് റെഡ് ക്രോസിന്റെ പ്രത്യേക അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടാണ് അവർ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. യൂണിടാക്കിനും പൈസ സ്വീകരിച്ചൂടെ? ഇല്ല. ഇനി വേറൊരു അപകടം കൂടിയുണ്ട്. FCRA പ്രകാരം ഇനി റെഡ് ക്രസന്റിന് ഇനി പൈസ സ്വീകരിക്കാൻ കഴിയില്ല. ഒരു ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടന ഇവിടെ നിന്ന് വാലും ചുരുട്ടി പോയി. വി രാജേഷ്, അത് കൂടുതൽ അപകടത്തിലേക്ക് അങ്ങേ കൊണ്ടെത്തിക്കും. എം പി രാജേഷ്, ഒറ്റ ചോദ്യം രണ്ടാളോടും, രണ്ടുപേരിൽ ആർക്കും മറുപടി പറയാം. എന്താണ് CBI എടുത്ത കേസ്? അല്ല, CBI എടുത്ത കേസ് സെക്ഷൻ 3 FCRA ആണല്ലോ. എന്താ സെക്ഷൻ 3? സെക്ഷൻ 3 പ്രൊഹിബിഷൻ ടു ആക്സെപ്റ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആണല്ലോ. ആ ലിസ്റ്റിൽ എവിടെയാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളത്? ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അതാണ് ആരെല്ലാം സ്വീകരിക്കാൻ പാടില്ല എന്ന് സെക്ഷൻ 3 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളത്? രണ്ടാമത്തെ കാര്യം, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സെക്ഷൻ 2H3 എക്സ്പ്ലനേഷൻ, 2H3 എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ. അത് എന്താ പറഞ്ഞിട്ടുള്ളത്? സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചെലവ് കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കില്ല. അത് കൺസിഡറേഷൻ ആണ്, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ. നോക്കൂ, ഇവിടെ കോൺസുലേറ്റും യൂണിടാക്കും തമ്മിൽ കരാറുണ്ട്. ആ കരാർ ടെൻഡർ പ്രോസസ്സിലൂടെ ഉണ്ടായതാണ് ഇവരെ തെരഞ്ഞെടുത്തത് എന്നും കോൺസുലേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു സേവനം ലഭ്യമാക്കുന്നതിന് കൊടുക്കുന്ന പണം കോൺട്രിബ്യൂഷൻ അല്ല, കൺസിഡറേഷനാണ് നിയമപരമായി. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, സെക്ഷൻ 3 എവിടെയാണ് കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു തരൂ. രാജേഷ് അല്ലെങ്കിൽ ശബരിനാഥ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എം പി രാജേഷ് പറഞ്ഞതുപോലെ ഇതിൽ നിർമ്മാണ കമ്പനികൾ ഉൾപ്പെടുന്നില്ല. ശബരിനാഥ്, 3യുടെ വയലേഷൻ ആണെന്ന് സമർത്ഥിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല. കോടതിയുടെ പരിഗണനയിലാണ് എങ്കിൽ പോലും ഇത് വായിച്ചാൽ നമുക്കത് ബോധ്യമാവും. ശബരിനാഥ്, മറിച്ചൊരു ആക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം, ഇല്ലെങ്കിൽ 35ലേക്ക് വരാം. അല്ലല്ല, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. തീർച്ചയായിട്ടും അതിന് ഈ കോടതി വ്യാഴാഴ്ച എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ വീണ്ടും ഈ ഒരു ബ്രേക്ക്, ഈ സമയത്തിനിടയ്ക്ക് നമ്മുടെ പ്രധാനപ്പെട്ട MOU വായിച്ചു. അതിൽ ഒരിടത്തും കൗൺസിലേറ്റ് എന്ന് പറയുന്നില്ല, റെഡ് ക്രസന്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അഗ്രിമെന്റ് പ്രകാരം നമ്മൾ ലൈഫ് മിഷനിൽ വീടുണ്ടാക്കിയിട്ടുണ്ട്, ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ യൂണിടാക്കിന്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നമ്മൾ നോക്കുമ്പോൾ ഈ അഗ്രിമെന്റിൽ നമ്മുടെ എന്താ പറയാ UAE കൗൺസിലേറ്റിന് ബന്ധമില്ല, റെഡ് ക്രസന്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു നിലപാട് സ്റ്റാൻഡ് ചെയ്യത്തില്ലെന്നാണ് എന്റെ ഒരു റീഡിങ്. കാരണം ഇതാണല്ലോ എല്ലാത്തിനുമുള്ള ബേസിക് ആയിട്ടുള്ള രേഖ. ഇതിൽ ഒരിടത്തും ജനറൽ അല്ലെങ്കിൽ റെഡ് ക്രസന്റിന്റെ ഡെഫിനിഷനിൽ പോലും അത് കൗൺസിലേറ്റ് എന്ന് പറയുന്നില്ല എന്നുള്ള വാദമാണ്. രണ്ടാമത്തെ ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട വാദം, ഇവർക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ അതിന് മറുപടി രാജേഷ് പറഞ്ഞില്ല. എന്തുകൊണ്ട് യൂണിടാക്കി ലൈഫ് മിഷന് കത്ത് കൊടുത്തു? നമ്മൾ ഇപ്പോൾ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് എന്തുകൊണ്ട് യൂണിടാക്കിന് കൊടുത്തു? അവരെന്തുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ കൗൺസിലേറ്റിന് കൊടുത്തില്ല? അപ്പോൾ ശബരിനാഥ് ഉന്നയിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ എം പി രാജേഷ് സൂചിപ്പിച്ചതുപോലെ അനിലക്കര കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരം ഇപ്പോൾ CBI എടുത്തിരിക്കുന്ന ഈ FCRAയുടെ സെക്ഷൻ 3 ലംഘിക്കുന്നില്ല എന്നത് ബോധ്യമാണല്ലോ ശബരിനാഥിനും.
ഇതിൽ പറയുന്ന കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷനോ കറസ്പോണ്ടന്റോ കോളമിസ്റ്റോ മാധ്യമപ്രവർത്തകരോ ജഡ്ജോ മെമ്പേഴ്സ് ഓഫ് എനി ലെജിസ്ലേച്ചറോ പൊളിറ്റിക്കൽ പാർട്ടിയോ ഓർഗനൈസേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ നേച്ചർ അസോസിയേഷൻ ഓർ കമ്പനി എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്രോഡ്കാസ്റ്റോ കറസ്പോണ്ടന്റ് ഓർ കോളമിസ്റ്റോ ഇങ്ങനെയുള്ള ഒരു പട്ടികയിലും ആര് വരുന്നില്ല? യൂണിടാക് വരുന്നില്ല, സ്വൈൻ വെഞ്ചേഴ്സ് വരുന്നില്ല. അതാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഇന്ന് കേസ് വാദിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ആ വാദമാണ് വ്യാഴാഴ്ച പരിഗണിക്കാൻ പോകുന്നത്. ഈ കേസ് തോറ്റാൽ ഈ സൂചിപ്പിച്ച 140 പേരുടെ ഭവനരഹിതരായിട്ടുള്ള ആൾക്കാരുടെ കണ്ണുനീരിന് വില പറയേണ്ടി വരും. അനിലക്കര, ശബരിനാഥ്. ഇല്ല, ഞാൻ മറുപടി പറയാം. ഇതിന് നിങ്ങൾ പറഞ്ഞത് യൂണിടാക്കിന്റെ വക്കീലും സെയിനിന്റെ വക്കീലും പറയുന്ന വാദമാണ്. നമ്മൾ ക്ലിയറായി പറയുന്നു, നമ്മുടെ നിരീക്ഷണം കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു MOU റെഡ് ക്രസന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഓരോ പദ്ധതികളും ഉണ്ടാക്കാനുള്ള പ്രത്യേക മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കണം എന്നുള്ള നിയമവശം കൃത്യമായി ഈ ഒരു MOU പറയുമ്പോൾ അതിൽ കേരള സർക്കാർ അറിയാതെ, കേരള സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഒരു അംഗീകാരമില്ലാതെ ഈ പറഞ്ഞ കമ്പനിക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിലാണ് അഴിമതി ഉണ്ടായിരിക്കുന്നത്. ആ അഴിമതിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് കേരള സർക്കാർ അംഗീകരിച്ച പ്ലാനിലും പദ്ധതിയിലുമുള്ള പ്രോജക്റ്റിലാണ് അഴിമതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ സെക്ഷൻ 3-യിൽ കേരള സർക്കാർ അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ ലൈനും കൂടെ വരുമെന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യം കോടതിയിലേക്ക് പോകട്ടെ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സർക്കാർ ഇതിലെല്ലാം സഹായിക്കുന്നത്. ഇത്രയും നേരം ശ്രീ MP രാജേഷ് സംസാരിച്ചതും സഹായിച്ചതും സെയിൻ വെഞ്ചേഴ്സിനെയും അതോടൊപ്പം യൂണിടാക്കിനുമാണ്. എന്തുകൊണ്ട് കേരള സർക്കാർ ഈ പറഞ്ഞ 38 പേജുള്ള അവർ കൊടുത്ത അഫിഡവിറ്റിൽ എന്തുകൊണ്ട് യൂണിടാക്കും സെയിൻ വെഞ്ചറും അവർ കള്ളം കാണിച്ചു എന്നൊരു അക്ഷരം എഴുതുന്നില്ലല്ലോ? അവരെ ന്യായീകരിക്കുന്നതിന് പകരം അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല ശബരിനാഥ്, കേസ് FCRA അല്ലേ, അഴിമതി നിരോധനമല്ലല്ലോ. ഉപയോഗിച്ചിരിക്കുന്നത് FCRA ആണ്. അപ്പോൾ FCRAയുടെ ലംഘനം നടന്നിട്ടില്ല എന്നതാണ് CBIയുടെ കോടതിയുടെ മുന്നിൽ സർക്കാർ സ്ഥാപിക്കേണ്ടത്. സർക്കാർ അതിനുവേണ്ടി പറയുന്നു FCRA സെക്ഷൻ 3 ഇല്ല, ലംഘിച്ചിട്ടില്ല. 2Hന്റെ എക്സ്പ്ലനേഷൻ 3 അതുപ്രകാരം എക്സംഷൻ കിട്ടുന്ന ഒന്നാണ്. ഈ പ്രകാരം യൂണിടാക്കിനും സെയിന്റ് വെഞ്ചേഴ്സിനും വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടനകളല്ല, സ്ഥാപനങ്ങളല്ല. ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. നമ്പർ 2, ഇത് കോൺട്രിബ്യൂഷന്റെ പരിധിയിൽപ്പെടില്ല. UAE കോൺസുലേറ്റിന് 140 വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പണം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ഇനി എനിക്കൊരു ചോദ്യം MP രാജേഷിനോടുള്ളത്, MP രാജേഷ്, യൂണിടാക്കിന്റെ പേരിൽ FCRA ലംഘനം വരില്ല. പക്ഷേ ഈ വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ 140 കെട്ടിടങ്ങളിൽ താമസിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, സാധുക്കളായവർ, അവർക്കെതിരെ FCRA നിലനിൽക്കില്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം 25,000-ൽ കൂടുതൽ തുകയുണ്ടെങ്കിൽ ഈ ഓരോ ഫ്ലാറ്റും ആ കോൺട്രിബ്യൂഷന്റെ പരിധിയിൽ വ്യക്തികൾ എന്ന കാറ്റഗറിയിൽ അവർ സ്വീകരിക്കുന്നതായി വരും. അപ്പോൾ സർക്കാർ വേണ്ടത്ര നിയമോപദേശം തേടാതെ എടുത്ത ഒരു കുരുക്കിൽ ഈ പാവപ്പെട്ട 140 പേരെ കൊണ്ട് ബലിയാടുകളാക്കുകയാണെന്നൊരു വാദവുമുണ്ട്. അല്ല, സർക്കാർ ഏജൻസിയും ആണല്ലോ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. സർക്കാരിന് കൈമാറുകയാണല്ലോ വീട് നിർമ്മിച്ചിട്ട്. സർക്കാരിന് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ സർക്കാരാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഗുണഭോക്താക്കളെ സർക്കാരാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ സർക്കാരിന് തടസ്സമില്ലെങ്കിൽ പിന്നെ സർക്കാർ കൊടുക്കുമ്പോൾ അതിന് തടസ്സം വരുന്നില്ല. വേണമെങ്കിൽ പക്ഷേ ഈ MLAക്ക് അതും ആവശ്യപ്പെട്ട് മുടക്കാൻ കോടതിയിൽ പോയി വൈകിപ്പിക്കാം. അത് ഒരു നല്ല ബുദ്ധിയാണ് അരുൺ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം രാഷ്ട്രീയ ലക്ഷ്യത്തിന് അതൊക്കെ മതി. രാഷ്ട്രീയ ലക്ഷ്യത്തിന് അതാണല്ലോ 140 ആളുകൾക്ക് ഇത് കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തിന് കോടതിയിൽ പോയി ഇത് നീട്ടിവലിച്ചു കൊണ്ടുപോകാനും തൽക്കാലം അത് നിഷേധിക്കാനും വേണമെങ്കിൽ തൽക്കാലത്തേക്ക്. നിങ്ങൾക്ക് അടിസ്ഥാനമായി വേണ്ടത് ഇങ്ങനെ നിയമക്കുരുക്കിൽ സർക്കാരിന്റെ പദ്ധതി നീണ്ടുപോകണം. അതാണ് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു പറയുന്നത്. ആശ്വാസമായില്ലേ എന്ന് പറയുന്നത്. ഈ പദ്ധതി കുരുക്കിലാവണം, ഈ പദ്ധതി ഗുണം പിടിക്കാതെ പോകണം. അതാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് നാടിന് ഗുണം പിടിക്കുന്ന കാര്യം വരുമ്പോൾ ഇറങ്ങും, രാജിവെക്കുമെന്നൊക്കെ. എന്തിനാരും അങ്ങനെ ഒരു വാദഗതിയിൽ കൊണ്ട് ഈ ചർച്ച നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നത്? എത്രയോ സ്ഥലത്ത് PMAOയും അതുപോലെ തന്നെ ലൈഫിൻ്റെ പേരിലുമൊക്കെ എത്രയോ വീടുകൾ വെച്ചു കൊടുത്തു. ഏതെങ്കിലും പദ്ധതിയിൽ ആരെങ്കിലും തടസ്സം പറയുമോ, കേസ് പറയുമോ, ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇതിവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് രാജേഷ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഞാൻ അതുകൊണ്ടാണ് അതിലൊന്നും ഇടപെടാത്തത്. അത് അവർ കോടതിയിൽ തെളിയിച്ചോട്ടെ. ഇനി നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിലെല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു ഒരു അഴിമതി ഞാൻ പറയട്ടെ, ഒരു അഴിമതി
ഇതിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു അഴിമതി നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ട് സംസാരിക്കുമ്പോഴും പാവപ്പെട്ടവരെ മുടക്കുന്നു, കിടക്കാടം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു വികാരം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാനുള്ള രാജേഷിന്റെ ശ്രമമൊക്കെ അഴിമതി എന്നുള്ള വാക്കാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. BJP-യുടെ ആക്ഷേപം ഇതിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണോ, FCRA ലംഘനം നടന്നിട്ടുണ്ട് എന്നതാണോ? ഞങ്ങൾ പ്രഥമദൃഷ്ട്യാ ഞങ്ങൾ പറഞ്ഞത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴേക്കും അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അവർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അന്വേഷണം മുൻപോട്ട് പോകുമ്പോഴേക്കും പല പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉൾപ്പെടെയുള്ള പല നിയമങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ആദ്യം ഞങ്ങൾ അഴിമതി നടന്നു എന്ന് പറഞ്ഞു. ഒടുവിൽ തോമസ് ഐസക്കും മാധ്യമ ഉപദേഷ്ടാവും മാധ്യമങ്ങളിൽ വന്നിരുന്ന് മാധ്യമ ഉപദേഷ്ടാവ് 1 കോടി എന്ന് പറഞ്ഞപ്പോഴേക്കും തോമസ് ഐസക്ക് 4.25 കോടി എന്ന് പറഞ്ഞു. അഴിമതി വരുന്നത് എപ്പോഴാണ്? പൊതു പണം ഉപയോഗിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ വിനിയോഗിക്കപ്പെടുന്ന ഘട്ടത്തിലാണ്. ഈ കമ്മീഷൻ കൊടുത്തത് ആരാണ്? സർക്കാരാണോ? സർക്കാരിന്റെ പൈസയാണോ അതിൽ നിന്ന് കുറവ് ചെയ്യപ്പെട്ടത്? അരുൺ ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയല്ലേ? അരുൺ എല്ലാം അറിയാവുന്ന ആളാണല്ലോ. കേരള ഗവൺമെന്റ് ബാനറിലെ ഇതിന്റെ മീഡിയേറ്റർ ആയിക്കൊണ്ട് ചർച്ച തുടങ്ങുന്നത്. ഗവൺമെന്റിനെ വിശ്വസിച്ചല്ലേ പണം കൊണ്ടുവരുന്നത്. ആ പണത്തിൽ നിന്നല്ലേ കൈക്കൂലി കൊടുത്തിരിക്കുന്നത്, അതിൽ നിന്നല്ലേ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അഴിമതിയല്ലേ? അത് അഴിമതിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രത്തോളം ചർച്ചയുടെ ആവശ്യം എന്താ? ഒരു ഗവൺമെന്റ് തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് അഴിമതിക്ക് കൂട്ടുവന്നിരിക്കുന്നു. ഞാനതിലേക്ക് തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ MP രാജേഷിന് മറുപടി പറയാനുണ്ട്. ഒപ്പം തന്നെ ശബരിനാഥും കൈ ഉയർത്തിയിരുന്നു. രണ്ടുപേരിലേക്കും ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. എൻകൗണ്ടർ പരിശോധിക്കുന്നത്, CBI അന്വേഷണം ഈ ഘട്ടത്തിൽ ഇടക്കാല സ്റ്റേ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് സർക്കാരിന് തിരിച്ചടിയാണോ എന്നാണ് നമ്മൾ പരിശോധിച്ചിരുന്നത്. അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇടവേളയ്ക്ക് ശേഷം കം ബാക്ക്. വിദേശ സഹായ നിയന്ത്രണ നിയമം ലംഘിച്ചു എന്നതിന്റെ പേരിലാണ് CBIയുടെ കേസ്. പക്ഷേ ഇപ്പോൾ അഴിമതി ആരോപണത്തിലാണ് പ്രതിപക്ഷവും സർക്കാരിനെ വിമർശിക്കുന്നവരും എത്തി നിൽക്കുന്നതെങ്കിൽ ആരോപണം എവിടെയൊക്കെയോ തട്ടിച്ചിതറുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് അവസാന ഘട്ടത്തിൽ. VV രാജേഷ്, എൻ്റെ ചോദ്യം ഞാനത് ആവർത്തിക്കുന്നു. അങ്ങ് ഇടവേളയ്ക്ക് തൊട്ട് പോകുന്നതിന് മുമ്പാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. BJP-യുടെ ആരോപണം ഇതിൽ FCRA ലംഘനവും അഴിമതിയും ഉണ്ട് എന്നാണോ, അതല്ല അഴിമതിയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണോ? അരുൺ, എനിക്ക് ഈ ഉത്തരം കഴിഞ്ഞിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. അതായത് ഇതിൽ ഞങ്ങൾ ഉന്നയിച്ചത് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സാധൂകരിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ, അതായത് ഒരു അന്വേഷണം നടത്തിയല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കാവുന്ന തെളിവുകൾ ഞങ്ങളുടെ വാദഗതികൾ ഞങ്ങൾ ഉന്നയിച്ചു, ഞങ്ങൾ ഉയർത്തി. ഈ കേസ് കൂടുതൽ സ്റ്റഡി നടത്തി മുന്നോട്ട് പോകുന്നപ്പോൾ, പ്രത്യേകിച്ചും ഒരു ദേശീയ അന്വേഷണ ഏജൻസി കൂടി വന്നപ്പോഴേക്കും അവരുടേതായ വ്യൂ പോയിന്റിൽ നോക്കിയപ്പോഴാണ് FIR ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഉത്തമ ബോധ്യത്തോടെ പറയുന്നു, അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴേക്കും അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. ഏതു സമയത്തും അന്വേഷണ ഏജൻസികൾക്ക് അഡീഷണൽ ആയിട്ട് സെക്ഷൻ അതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞങ്ങൾ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്നതാണ് ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ ഉൾപ്പെടെയുള്ള വാക്കുകൾ. ശരി, ധനമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞത് UAE കോൺസുലേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് തുക കൊടുക്കുന്നു. 75 ലക്ഷം രൂപ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുവെന്നാണ്. കൊടുത്തതാരാണ്? UAE കോൺസുലേറ്റ്. വാങ്ങിയതാരാണ്? ഒരു ഈജിപ്ഷ്യൻ പൗരൻ. ഇത് രണ്ടും CBI അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ? തീർച്ചയായും എന്നോടാണ് ചോദ്യം. അതെ. അരുൺ, തീർച്ചയായിട്ടും കേരളത്തിൽ നടന്ന ഒരു ഇടപാടുമായി, കേരളത്തിൽ നടന്ന ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ് മുഖ്യ കാർമ്മികത്വം വഹിച്ച മുഖ്യമന്ത്രി ഒപ്പിട്ട കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്റർപോളിന്റെ കൂടി സഹായം വേണ്ടി വന്നേക്കാം. തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ CBIയുടെ അന്വേഷണ പരിധിയിൽ തന്നെ വരും. അല്ലാതെ പാറശാലയ്ക്ക് അപ്പുറത്ത് പോകാൻ സാധിക്കാത്ത വിജിലൻസിന്റെ സംശയം അങ്ങനെയല്ല. UAEയുടെ കോൺസുലേറ്റ് നിർമ്മാണം നടത്തുന്നത് കേരള സർക്കാരല്ലല്ലോ, അത് കേന്ദ്ര സർക്കാരായിരിക്കില്ലേ? അപ്പൊ പ്രതിക്കൂട്ടിൽ കേന്ദ്ര സർക്കാർ വരുമോ?
അത് നല്ല ചോദ്യമാണ്. അത് നല്ല വാദഗതിയാണ്. ഇവിടെ യു എയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി ലൈഫ് മിഷൻ റെഡ് ക്രസന്റുമായി ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നാണ് ഈ അഴിമതി തുടങ്ങുന്നത്. അവിടെ നിന്ന് അഴിമതി സർക്കാർ തന്നെയാണ് അതിൽ ഒന്നാം പ്രതിയായിട്ട് ധനമന്ത്രിയും ജോൺ ബ്രിട്ടാസും പറഞ്ഞത് UAE കോൺസുലേറ്റിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും. ലൈഫ് മിഷന്റെ ചെറുതാണ്, 75 ലക്ഷമേ ഉള്ളൂ. അത് സ്വാഭാവികമായും അന്വേഷിക്കണം. എന്റെ മറുചോദ്യം അതാണ്, UAE കോൺസുലേറ്റിന്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയും യൂണിടാക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം വരുന്ന നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിലാവില്ലേ എന്നതാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിലാവില്ല. ഒരു പക്ഷേ UAE കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ അതിൽ പ്രതികളോ അല്ലെങ്കിൽ അതിൽ അന്വേഷണത്തിൽ വന്നേക്കാം. കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു കാരണം കേന്ദ്ര സർക്കാർ അരുണത്തിന് അങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നത് അല്ലല്ല, വി രാജേഷ് തന്നെയാണ് പറഞ്ഞത്. ധനമന്ത്രിയും ജോൺ ബ്രിട്ടാസുമാണ് ഇത് ഉന്നയിച്ചത്. 4.25 കോടിയുടേത്. ആ 4.25 കോടി ഉന്നയിച്ചത് ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ്. ആ സ്പ്ലിറ്റ് നിങ്ങൾ അപകടത്തിലേക്ക് അടിച്ചു എന്നുള്ളതാണ് വി രാജേഷ് കുഴപ്പം. അതിന് 75 ലക്ഷം ലൈഫ് മിഷനും ബാക്കിയുള്ള 3.5 കോടി എന്ന് പറയുന്നത് ഈ കൗൺസിലേറ്റിന്റെ കെട്ടിട നിർമ്മാണവുമായിരുന്നു. അതായത് ഞങ്ങൾ പറഞ്ഞ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സാധൂകരിക്കാനുള്ള വാദഗതികളാണ് അവരുടെ മൊഴികളിലൂടെ വന്നിട്ടുള്ളത്. ഈ 75 ലക്ഷം എന്ന് പറയുന്ന അഴിമതിയല്ലേ? അതിലേക്ക് വന്നാൽ വെരി ഗുഡ് പോയിന്റ് വി രാജേഷ്. ഈ 75 ലക്ഷം ആർക്കാണ് കൊടുത്തത്? പറയൂ, ആരും പറയൂ. ഇത് യൂണിടാക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സ്വകാര്യ നിർമ്മാണ കമ്പനി ഈ ഒരു സന്ദീപ് നായർ എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത്. യൂണിടാക്ക് എന്ന ഒരു സ്വകാര്യ നിർമ്മാണ കമ്പനി സന്ദീപ് നായർ എന്ന ഒരാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെവിടെയാണ് അഴിമതി? അത് ഈ യൂണിടാക്ക് എങ്ങനെ പ്രവേശിച്ചു? യൂണിടാക്ക് എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? യൂണിടാക്ക് ഇന്ത്യയിൽ കേരളത്തിലുള്ള ഒരു നിർമ്മാണ കമ്പനിയാണ്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനല്ലേ ഇതിന്റെ തുടക്കം? ഇതിന്റെ തുടക്കം ലൈഫ് മിഷനല്ലേ? നിങ്ങൾ ലൈഫ് മിഷനെ എന്താ കണക്ട് ചെയ്ത് സംസാരിക്കാതെ മാറി നിൽക്കുന്നത്? മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി UAE പോയി ചർച്ച നടത്തിയ ലൈഫ് മിഷനല്ലേ ഇതിന്റെ തുടക്കം? അപ്പോൾ പിന്നെ സംസ്ഥാന അതിനുശേഷമാണല്ലോ യൂണിടാക്ക് ഒക്കെ വരുന്നത്. അപ്പൊ പിന്നെ സംസ്ഥാന സർക്കാരിന് എങ്ങനെ മാറിയിരിക്കാൻ സാധിക്കുന്നത്? അല്ല സാർ, യൂണിടാക്ക് ഇവിടെ ഉള്ളൊരു നിർമ്മാണ കമ്പനി അല്ലേ? ഡിലേ ഉണ്ടാ? ശരി, ഞാൻ തിരിച്ചു വരാം. സമീനാഥ്, അത് ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് വോയിസ് ഡിലേ വരുന്നുണ്ട്. ഓക്കെ എനിക്കൊന്ന് അങ്ങ് പറയാനുള്ളത് പൂർത്തീകരിച്ചു. എനിക്കൊന്ന് അങ്ങേക്ക് പോകേണ്ട സമയമായി. ഞാൻ അങ്ങയെ ഫ്രീ ആക്കുകയും ചെയ്യും. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇത് അഴിമതി ആരോപണമാണെങ്കിൽ ഇതൊരു സ്വകാര്യ നിർമ്മാണ കമ്പനി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തതാണ് ഈ പൈസ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ലൈഫ് മിഷനുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ, ഇതിനെ അഴിമതിയായി കണക്കാക്കണമെങ്കിൽ അത് സർക്കാരിന്റെ കയ്യിൽ ഈ പറയുന്ന ട്രഷറിയിലൂടെ വരണം. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇതെത്തണം. ഇതെത്തിയിട്ടില്ല. അത് എത്താത്തിടത്തോളം കാലം ഒരു സ്വകാര്യ നിർമ്മാണ കമ്പനി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത 75 ലക്ഷം രൂപ എങ്ങനെയാണ് അഴിമതിയുടെ ഭാഗമാവുക? അതാണ് എന്റെ ചോദ്യം. അരുൺ, ആ ലൈഫ് മിഷൻ എന്ന് പറയുന്ന സംസാരിക്കുന്നതുകൊണ്ടാണ് അരുൺ ലൈഫ് മിഷൻ എന്നുള്ള പാർട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സർ, യൂണിടാക്കും ലൈഫ് മിഷനും തമ്മിൽ കരാറുണ്ടോ? ലൈഫ് മിഷനല്ലേ? അത് റെഡ് ക്രസന്റും ലൈഫ് മിഷനും തമ്മിലല്ലേ? അരുൺ, രാജേഷ് പോകുന്നതിന് മുമ്പ് ശരി എംപിആർ പറഞ്ഞോ. രാജേഷ് പോകുന്നതിന് മുമ്പ് രാജേഷിന് എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് MCIയിൽ നിന്ന് ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള അനുമതികൾ നേടിയെടുക്കാൻ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാം. അരുൺ, എനിക്ക് രാജേഷ് പറഞ്ഞതിന് കേൾക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഒന്നുകൂടി ഞങ്ങൾ പരിശോധിക്കാം. PCR ശരി PCR പറയുന്നത് കേൾക്കാം. ഇപ്പോൾ കേൾക്കാമെന്ന് തോന്നുന്നു. ശരി, പറഞ്ഞോളൂ എംപിആർ. പറയട്ടെ. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാം. ഇവിടെ രാജേഷ് കേൾക്കേണ്ടതാണ്. രാജേഷിനോട് കേട്ടാലേ അത് ശരിയാവും. അതുകൊണ്ടാ ഞാനൊന്ന് പറയട്ടെ. വരാം ശബരിനാഥ്. ഞാൻ എംപിആർ എന്തായാലും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത്
വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്വകാര്യ വ്യക്തി മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് പണം കൈമാറുന്നത് ഞാൻ മറുപടി പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്റെ വോയിസ് ശരിയാക്കി പറയാം വി വി രാജേഷ്, കൃത്യമായിട്ട് പറയാം. ഞാനത് അങ്ങയിലേക്ക് പറയുകയും ചെയ്യാം. പറഞ്ഞോളൂ എം ബി ആർ. ഒരു നിമിഷം വി വി ഒന്ന് ഹോൾഡ് ചെയ്യൂ പ്ലീസ്. എം ബി ആർ പറഞ്ഞോളൂ. അരുണെ, ഒരു സ്വകാര്യ വ്യക്തി വേറൊരു സ്വകാര്യ വ്യക്തിക്ക് ആയിട്ട് നടത്തുന്ന പണമിടപാട് ഈ അഴിമതിയുടെ പരിധിയിൽ വരുമെങ്കിൽ BJP തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജിന് MCAയുടെ ചില അനുമതികൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് 5 കോടി വാങ്ങിയെന്ന് അവർ കണ്ടെത്തിയതായി. ഞാൻ എന്റെ ആക്ഷേപമായിട്ടേ പറയുന്നതല്ല. ആ കമ്മീഷന്റെ റിപ്പോർട്ട് മാധ്യമ പ്രതിനിധികൾ വഴി എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പാർലമെന്റിലും ഉന്നയിച്ചതാണ്. രാജേഷിന് നന്നായിട്ട് അറിയാമായിരിക്കും. അതിന്റെ പേരിൽ നടപടിക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ്. ആ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയനായതുമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇപ്പൊ തിരിച്ചു വന്നു, സന്തോഷം. അപ്പൊ എന്റെ ചോദ്യം, അത് CBI അന്വേഷണത്തിനോ അല്ലെങ്കിൽ മറ്റന്വേഷണത്തിനോ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടാണ്. ഇവിടെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട പണമിടപാടല്ല. ഇവിടെ എന്താണ് കൈരളിയിൽ വെളിപ്പെടുത്തിയ കാര്യം എന്താണ്? രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു. എം പി ആർ പറഞ്ഞു തീർത്തിട്ട് ഞാൻ വിവിക്ക് സമയം തരാം. വിവി ഒരു നിമിഷം ഹോൾഡ് ചെയ്യും. വിവി ഒരു നിമിഷം. വിവി എം പി ആർ പറഞ്ഞു തീർത്തോളൂ. രാജേഷിന്റെ പാലക്കാട് തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതുമായ പീഡനം നടന്നില്ലേ? അതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യും രാജേഷേ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് BJP നന്നാക്കാൻ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ പാർട്ടിക്കകത്ത് കിടന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ശരി വി വി രാജേഷ് വിട്ടേക്കോ. എന്തായാലും പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. ശബരിനാഥ് താങ്ക് യു വി വി രാജേഷ്. അങ്ങയുടെ ചർച്ചയ്ക്കുള്ള സമയമായി. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, പാർട്ടിപരമായ ആരോപണങ്ങളിലേക്ക് തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ലൈഫ് മിഷനിൽ തന്നെ നിൽക്കുന്നു. ഇനിയെങ്കിലും 4 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. വി വി രാജേഷ് ചുരുക്കി ഒരു വാചകത്തിൽ. വി വി രാജേഷ്, അവിഹിത ഇടപാടുകൾക്ക് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ അല്ല രാജേഷ് പറയേണ്ടത്. എവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാ. പേപ്പറിൽ വന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. ഞാനെന്തോ തെറ്റായി പറഞ്ഞതാണോ? മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതല്ലേ ഇതെല്ലാം. തീവ്രത കൂടിയും കുറഞ്ഞ അല്ല, തീവ്രത പാലക്കാട് നടന്ന തീവ്രത കൂടിയും കുറഞ്ഞതുമായുള്ള പീഡനത്തെ കുറിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്റെ ആ ഉദാഹരണം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പിന്മാറുന്നു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉള്ളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ശരി, അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. വി വി രാജേഷ്, താങ്ക് യു വി വി രാജേഷ്. അങ്ങയുടെ മീറ്റിംഗിനുള്ള സമയമായി ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ശബരിനാഥ്, രാജേഷിന് തലയിൽ നിന്ന് മുണ്ടിട്ടോണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. താങ്ക് യു വി വി രാജേഷ്. ശബരിനാഥ് അങ്ങ് ഇടയ്ക്ക് കൈ ഉയർത്തിയിരുന്നു. നമ്മളിവിടെ ഉയർത്തിയ അടിസ്ഥാനമായ ഒരു പ്രശ്നം, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൽ അഴിമതി പ്രത്യക്ഷത്തിൽ നിൽക്കാത്തതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മറുത്തൊരു വാദം കോൺഗ്രസിനുണ്ടോ? ഈ പൈസ സർക്കാരിന്റെ കയ്യിൽ വന്നു. നിലവിലുള്ളൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. MOU നിയമപരമായ ഒരു ഡോക്യുമെന്റ് അല്ലെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതൊരു കരാറല്ല. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ പണം കമ്മീഷനായി കൊടുത്തു എന്ന ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്കുണ്ട്. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതാണ്. അങ്ങനെ തന്നെയല്ലേ? അല്ല, ഇതിൽ ശ്രീ അനിൽ അക്കര, ഡോക്ടർ അരുൺ ആദ്യം ചോദിച്ച ചോദ്യം, ഇതിൽ അനിൽ അക്കര ചോദിച്ചിട്ടുള്ളത് FCRA വയലേഷൻ മാത്രമാണെന്നുള്ളത് അല്ല. ഈ ഒരു നമ്മുടെ കയ്യിലുള്ള രണ്ടുപേരുടെയും കയ്യിലുള്ള 48 പേജുള്ള ഡോക്യുമെന്റിന്റെ 17 നമ്പർ ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ശ്രീ അനിൽ അക്കര CBIയുടെ SP-ക്ക് കൊടുത്ത കത്ത് വ്യക്തമായിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു വാദം, ലൈഫ് മിഷന്റെ അനുവാദത്തോടുകൂടി ഈ പറഞ്ഞ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ കമ്പനി ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് FCRA മുഖാന്തരം പണം, FCRA വയലേഷനോടെ പണം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അഴിമതിയുടെ ഒരു വിഷയം. അതാണ് ഈ പറയുന്ന FCRA നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. അതിനോടൊപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനിൽ അക്കര പറയുന്നുണ്ട്. ഒന്നിൽ, ചില ആളുകളും നമ്മളുമൊക്കെ ചർച്ച ചെയ്ത 4.5 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് സർക്കാർ ഒഫീഷ്യൽസും മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറയുന്നു. രണ്ടാമത്, ഈ പറഞ്ഞ 5 കോടി രൂപയാണ് സെയിൻ വെഞ്ചേഴ്സിന് ഈ പറഞ്ഞ ഹെൽത്ത് സെന്ററിന് വേണ്ടി അവർ ബഡ്ജറ്റ് വെച്ചിരുന്നത്. അതിൽ അനിലക്കര പറയുന്നത് 1.5 കോടി രൂപയുടെ പണമെങ്കിലും അഴിമതിയുടെ ഭാഗമായി മാറിയിട്ടുണ്ടെന്നുള്ളത്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് GST അടയ്ക്കാതിരിക്കുന്ന വഴി ഏകദേശം 3.5 കോടി രൂപയുടെ ലാഭം ഈ പറഞ്ഞ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ 4.5 കോടി ഐസക്കും കൂട്ടരും പറഞ്ഞ 4.5 കോടി ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ഹെൽത്ത് സെന്റർ ഉണ്ടാക്കുമ്പോൾ സെയിൻ വെഞ്ചേഴ്സിന് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള 1.5 കോടി, പിന്നെ പറയുന്ന GSTയുടെ 3.5 കോടി ചേർത്ത് 9 കോടി രൂപയുടെ അഴിമതിയും അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ FCRA വയലേഷൻ നടത്തിയ ചേർത്ത ഒരു കത്താണ് അതിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് the receipt of fund from a foreign agency under the guise of financial aid and siphoning off of a substantial portion of it to the tune of around 9 crores involved illegal activities including violation of Foreign Contribution Regulation Act, corruption, favoritism, receipt of illegal gratification and causing deliberate loss to public exchequer. അദ്ദേഹം CBI കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത് FCRA വയലേഷൻ ഉണ്ട്, അഴിമതിയുണ്ട്, അതോടൊപ്പം നിപ്പോട്ടിസം ഉണ്ട്, അതോടൊപ്പം ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ, അതോടൊപ്പം പൊതുഖജനാവിന് നഷ്ടമുണ്ടായിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു അതിന്റെ അന്വേഷണത്തിലാണ് പോകേണ്ടത്. അത് പറയാനുള്ള ഒരു കാര്യം, ഇതൊക്കെ ആയിട്ടും ഈ 4.5 കോടി രൂപയുടെ അഴിമതി ഉണ്ടായെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും രാജേഷ് പറയുന്നത് സെയിൻ വെഞ്ചറും യൂണിടാക്കും വ്യക്തിയല്ലേ, റെഡ് ക്രസന്റ് അല്ലേ, 20 കോടിയുടെ പദ്ധതിയിൽ 4.5 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആൾക്കാർ പറയുമ്പോഴും നിങ്ങൾ എന്തിനാണ് ഈ യൂണിടാക്കിനെയും സെയിൻ വെഞ്ചേഴ്സിനെയും വെള്ളപൂശാൻ വേണ്ടി ഇടതുപക്ഷം ഇരിക്കുന്ന കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും കോടതിയിൽ വരട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ. ശരി MBR. അത് മാത്രമല്ല ശബരിനാഥന് മനസ്സിലാവാത്തത്, സെക്ഷൻ 3-ൽ ഇത് ഉൾപ്പെടുമോ എന്ന കാര്യവും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ, സെക്ഷൻ 3-ൽ ഇത് വരില്ല. സെക്ഷൻ 3 പ്രകാരം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഇതിന്റെ പരിധിയിൽ വരില്ല എന്ന് ഞാനിവിടെ പറഞ്ഞു. വരും എന്ന് അദ്ദേഹം തെളിയിച്ചാൽ ഇപ്പൊ പറഞ്ഞാൽ മതി, നിയമമുള്ളതാണല്ലോ, എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ. ഞാൻ സമ്മതിക്കാം. അദ്ദേഹം പറഞ്ഞു അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ എന്ന്. അതിനാ ഞങ്ങൾ കോടതി പോയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് ഉറപ്പില്ലാത്ത കാര്യം ഇവര് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുരാരോപണം ഉന്നയിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന് ശബരിനാഥിന്റെ മറുപടി. നമ്മൾ പറഞ്ഞത് സെക്ഷൻ 3 FCRA ക്ലോസിനോടൊപ്പം നിങ്ങളുടെ തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസും പറഞ്ഞ 4.5 കോടി, നിങ്ങൾ 5 കോടി രൂപയ്ക്ക് ഹെൽത്ത് സെന്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് സെക്ഷൻ 3യുടെ കാര്യത്തിൽ ഇത് എനിക്ക് മനസ്സിലാകാത്തത് MP രാജേഷ് എന്തിനാണ് സെയിൻ വെഞ്ചറിന്റെ വക്താവാണോ, നിങ്ങൾ യൂണിടാക്കിന്റെ വക്താവാണോ, നിങ്ങൾ CPIയുടെ വക്താവല്ലേ? പറഞ്ഞോളൂ, പറട്ടെ, 2 ദിവസം കഴിഞ്ഞ് വരുമല്ലോ. നിയമമാണ് പറഞ്ഞത്. CBI ഒഫൻസ് പറയുന്നത് സെക്ഷൻ 3യുടെ വയലേഷനാണ് അല്ലെ? സെക്ഷൻ 3യുടെ വയലേഷൻ എവിടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതാണ് കോടതിയിലും ഞങ്ങൾ ചോദിക്കുന്നത്. സെക്ഷൻ 3 എന്താന്നുള്ളത് ആർക്കും കണ്ടെത്താം. FCRA ആക്ട് പോയിട്ട് എടുത്താൽ സെക്ഷൻ 3 നോക്കാം. ആരെല്ലാം ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കാൻ പാടില്ല എന്ന് അക്കമിട്ട് 1, 2, 3 എന്ന് നിരത്തിയിട്ടുണ്ട്. അതിലെവിടെയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ വരുന്നത്? അതൊരു നിയമപരമായ പ്രശ്നമായിട്ടാണ് ശബരിനാഥ് ഉന്നയിക്കുന്നത്, ഞങ്ങൾ ഉന്നയിക്കുന്നത്. ശബരിനാഥ് അതിന് ബാലിശമായിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയരുത്. പ്ലീസ്. അല്ലല്ല, ഞാൻ പറയട്ടെ. അപ്പൊ ഇവരുടെ കേസ് പൊളിഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. സെക്ഷൻ 3 പ്രകാരമാണല്ലോ കേസ് നിലനിൽക്കുന്നതല്ല, നിയമവിരുദ്ധമാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി കമ്മീഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. കോൺസുലേറ്റിന്റെ കെട്ടിട നിർമ്മാണം, തിരുവനന്തപുരത്തെ കെട്ടിടം മാത്രമല്ല, ഹൈദരാബാദിലെ കോൺസുലേറ്റിന്റെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റ് പല കരാറുകളും. പക്ഷേ അതിന് സന്ദീപ്താരുടെ പേരിൽ വന്നിരിക്കുന്ന 75 ലക്ഷം ലൈഫ് മിഷന്റെ ഭാഗമാണ് MP രാജേഷ്. ശബരിനാഥ്, എന്തായാലും സമയം എക്സീഡ് ചെയ്തു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ വ്യാഴാഴ്ച നമ്മൾ ഇതേ പാനലിൽ വീണ്ടും ഇരിക്കും. അന്ന് CBI ഈ കേസ് തള്ളുകയാണെങ്കിൽ നമ്മൾ ഇതേ വിഷയം ചർച്ചയ്ക്കെടുക്കും. അതല്ല, ഈ കേസ് ഉൾക്കൊള്ളുകയാണെങ്കിലും ഇതേ വിഷയം ചർച്ചയ്ക്കെടുക്കും. അന്നും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻകൗണ്ടറിന്റെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ മണിക്കൂറിൽ 100 പ്രധാന വാർത്തകളുമായി അനുജ് എത്തും. ഷോർട്ട് ബ്രേക്ക്.